ونعم الوكيل. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين والشاكرين. والحمد لله رب العالمين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. സർവേശ്വരനും കരുണാമയനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമേയമായ അനുഗ്രഹത്താൽ ഭാരതമണ്ണിലൊരു നിർഭയത ജീവിതത്തിന് നാം നികുറിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മർദ്ദിത കീഴാള ജനവിഭാഗത്തിന് സർവസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ ചങ്കൂറ്റത്തോടുകൂടി കർമ്മരംഗത്ത് കടന്നുവരാൻ നാളുന്നവരെയുമുള്ള നിമിഷങ്ങളുടെ ചരിത്രങ്ങൾ സാക്ഷിയാക്കി ഇനിയും ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെയാകുമെന്ന് ലോകത്തിന്റെ മുന്നിൽ, നാടിന്റെ മുന്നിൽ ധൈര്യസമേതം പ്രഖ്യാപിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഈ ഒരു പൊതുസമ്മേളനത്തെ വീക്ഷിക്കുവാനായി വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നിട്ടുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, മതേതരത്വ ജനാധിപത്യ വിശ്വാസികളെ, സർവേശ്വരനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും സന്മാർഗം കാട്ടിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേദിയിൽ എനിക്ക് മുമ്പ് വളരെ ഗഹനമായി ഇന്ത്യയുടെ വർത്തമാന കാലഘട്ടത്തിന്റെ സംഭവ വികാസങ്ങളെ കുറിച്ചും അവിടെ നാം എത്രത്തോളം ജാഗരൂകരാകണം എന്ന വിഷയത്തെക്കുറിച്ചുമൊക്കെ അർത്ഥഗാംഭീര്യമായ പ്രഭാഷണം നടത്തി കടന്നുപോയ പ്രിയ സഹോദരൻ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കർണാടക സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഷാഫി ബെല്ലാരെ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മണ്ഡലം നേതാവ് ബഹുമാന്യനായ സഹോദരൻ ഇഖ്ബാൽ സാഹിബ്, അതേപോലെ സഹോദരൻ ഫൈസൽ സാഹിബ്, വിനീതനെ ശ്രമിക്കുന്ന മറ്റു സഹോദരങ്ങൾ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കായി പരിപൂർണമായും തൃപ്തിപ്പെട്ടുകൊണ്ട് കനിഞ്ഞരുളിയ ഒരു ജീവിത പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാമിന്റെ നിയമങ്ങൾ മനുഷ്യ നിർമ്മിതമല്ല എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ സർവ്വ നിയമങ്ങളും അത് ദൈവീകമാണ്. ഒരു മനുഷ്യൻ സുപ്രഭാതത്തിൽ ഉറക്കമുണർന്നത് മുതൽ അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് സർവേശ്വരനായ പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെയും പുണ്യപ്രവാചക പുങ്കവരുടെ ജീവിതത്തിലൂടെയും നമുക്ക് വ്യക്തമായി പഠിപ്പിച്ച് കാണിച്ചു തന്നതാണ്. ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കേവലം ചില ആരാധനാ കർമ്മങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിതമല്ല. പള്ളികൾക്കുള്ളിൽ ഭക്തി നിർഭരമായ നിമിഷങ്ങളിൽ മാത്രമല്ല ഇസ്ലാം ഒതുങ്ങുന്നത്, മറിച്ച് ഒരു മനുഷ്യന്റെ സർവ്വവിധ മേഖലകളിലും അവൻ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് പറയണം, എവിടെ നോക്കണം, എങ്ങനെ നടക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എന്ത് കുടിക്കാൻ പാടില്ല, എന്ത് പറയാൻ പാടില്ല, എവിടേക്ക് നോക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ കച്ചവടം, എന്ത് കച്ചവടമാണ് അവൻ ചെയ്യേണ്ടുന്നത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് അവൻ കച്ചവടം ചെയ്യേണ്ടുന്നത് എന്നിത്യാദി നാം ഒന്ന് എടുത്തു നോക്കിയാൽ ഒരു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സർവ്വവിധ മേഖലകളിലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ദൈവീകമായ നിയമം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലൂടെ ആവർത്തിക്കട്ടെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ എന്നാൽ മനുഷ്യ നിർമ്മിത നിയമങ്ങളല്ല, അത് ദൈവീക നിയമങ്ങളാണ്. ആ ദൈവീക നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിമുകൾ ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടുന്നതും. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഇന്ത്യ രാജ്യവുമായിട്ടുള്ള ബന്ധം, നാം അധിവസിക്കുന്ന ഇന്ത്യ രാജ്യം, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മുസ്ലിം ജനസംഖ്യയുടെ ഏകദേശം 10%
അതിനേക്കാളുമേറെ ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ലോകത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന പല രാജ്യങ്ങളെക്കാൾ, സൗദി അറേബ്യയേക്കാൾ, പാകിസ്ഥാനേക്കാൾ, ഇറാഖിനേക്കാൾ, ഇറാനേക്കാളുമൊക്കെ ഇസ്ലാമിക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളെക്കാളൊക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ അധിവസിക്കുന്ന ഒരു ജനാധിപത്യ മതേതരത്വ സർവ്വസ്വാതന്ത്ര്യ രാഷ്ട്രമാണ് നാം ഓരോരുത്തരും അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്തിന് വിശുദ്ധ ദീനുൽ ഇസ്ലാമുമായിട്ടുള്ള ബന്ധം അത് ഇസ്ലാമിനോളം തന്നെ പഴക്കവുമുണ്ട്. നമ്മുടെ വിശ്വാസപ്രകാരം ഇന്ത്യക്ക് ഇസ്ലാമുമായിട്ടുള്ള ബന്ധം അത് ഇസ്ലാമിനോളം തന്നെ പഴക്കമാണ്. മഹാനായ അബുൽ ബശർ ആദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അബുൽ ബശർ ആദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഇന്ത്യ മഹാരാജ്യത്താണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അവിടെ മുതൽ ഇന്ത്യക്ക് ഇസ്ലാമുമായിട്ടുള്ള ബന്ധത്തെ നാം പഠിച്ചെടുക്കേണ്ടുന്നതുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യപ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഹബീബായ റസൂലിന്റെ അനുചരന്മാർ, പ്രിയപ്പെട്ട സഹാബാക്കൾ ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ മണ്ണിൽ കാസർഗോഡിന്റെ മണ്ണിലേക്ക് കാലുകുത്തിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ, ചരിത്രത്തിന്റെ കിതാബുകളിൽ ഇന്ത്യ രാജ്യത്തെ പറ്റി പരാമർശിപ്പിക്കപ്പെടുന്ന ഒരുപാട് രേഖകൾ നമ്മുടെ മുന്നിലുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അഹദാ മലികുൽ ഹിന്ദ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജറതൻ ഫീഹാ സഞ്ചബീൽ ഫഅത്അമ അസ്ഹാബഹു ഖിത്അതൻ ഖിത്അ ഫഅത്അമനി ഖിത്അ. ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാം. അതിന്റെ ആധികാരികം എത്രത്തോളം ഉണ്ട് എന്നുള്ള ചർച്ച ഇവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും ഒരു ഹദീസിന്റെ കിതാബിൽ ഇന്ത്യ രാജ്യത്തെ പരാമർശിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു രാജാവ് ഹബീബായ റസൂലിന്റെ സമക്ഷത്തിലേക്ക് ഒരു പലഹാരം കൊടുത്തയക്കുകയും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ തന്നെ മുന്നിലുണ്ടായിരുന്ന സഹാബാക്കൾക്ക്, അനുചരന്മാർക്ക് അത് കുറേശ്ശെ കുറേശ്ശെ വീതിച്ചു കൊടുക്കുകയും അതിൽ ഇഞ്ചി ഉണ്ടായിരുന്നു എന്നും അല്ലാഹുവിന്റെ ഹബീബ് എനിക്കും അതിലൊരു കഷണം തന്നു എന്നും ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഒരു സ്വഹാബി പറയുന്ന ഹദീസ് അൽ മുസ്തദറകുൽ ഹക്കിം എന്ന ഹദീസിന്റെ കിതാബുകളിൽ പോലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എങ്കിൽ ഇന്ത്യ രാജ്യത്തിന് ഇസ്ലാമുമായിട്ടുള്ള ബന്ധം ഒരുപാട് നമുക്ക് പറയാറുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ പറയുമ്പോൾ മുസ്ലിമുകളെ ഒഴിവാക്കിയിട്ട്, ഇന്ത്യക്ക് ഇസ്ലാമുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം ചർച്ച ചെയ്താൽ അത് അപൂർണം തന്നെയാണ്, അത് അപൂർണം തന്നെയാണ്, അത് അപൂർണം തന്നെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ ബോധ്യവുമുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം വന്നതിന് ശേഷം ഈ രാജ്യത്തുണ്ടായ സമൂലമായ മാറ്റങ്ങൾ അനവധി നിരവധിയാണ്. സഹാബാക്കളുടെ കാലത്തിൽ വിശുദ്ധമായ ശരീഅത്തിനെയും ഏറ്റെടുത്തുകൊണ്ട് ഹബീബായ റസൂലിന്റെ സമക്ഷത്തിൽ നിന്ന് കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന സഹാബാക്കൾ ഇന്ത്യയിലെ കേരളത്തിന്റെ മണ്ണിലേക്ക് അവിടെ വരുമ്പോൾ രാജ്യം കണ്ട ഏറ്റവും വലിയ സാമൂഹിക ഉച്ചനീചത്വങ്ങളും ജീർണതകളും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുകയായിരുന്നു. തൊലി കറുത്തതിന്റെ പേരിൽ അടച്ചാക്ഷേപിക്കപ്പെടുന്നവൻ, കീഴാളനായി പോയതിന്റെ പേരിൽ മറിച്ചൊതുക്കപ്പെടുന്നവൻ, പൊതുനിരത്തിലൂടെ നടക്കാനുള്ള അവകാശമില്ലാതെ, പൊതുകുളത്തിൽ കുളിക്കാനുള്ള അവകാശമില്ലാതെ, മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ, എന്തിനേറെ പറയണം പ്രായപൂർത്തിയെത്തിയ സ്ത്രീകൾക്ക് അവരുടെ നാണം മറയ്ക്കാൻ, മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുമ്പോൾ പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർക്ക് ഒരാണത്തത്തിന്റെ പൗരുഷത്തിന്റെ പ്രതീകമായി മൂക്കിന് താഴെ മീശ വളർത്താൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണാതെ സർവ്വവിധ സാമൂഹിക ജീർണതകളും ഉച്ചനീചത്വങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് മനുഷ്യത്വത്തിന്റെ മഹിതമായ മൂല്യങ്ങളുമായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ മണ്ണിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, വീണ്ടും ഈ രാജ്യത്തിന്റെ പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം മുഴുവനും തല്ലിക്കെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് വെള്ളപ്പട്ടാളം കുടിയേറി കടന്നു വന്നപ്പോൾ, ഈ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വെള്ളക്കാർ അതികിരാതമായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തൽ ഖുർആനും വിശുദ്ധ ഹദീസും അതുപോലെ തന്നെ ഫിഖ്ഹും നമ്മളോട് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്
പഠിപ്പിക്കുന്ന നിർബന്ധ ബാധ്യത എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി ഒരു മതവുമായി ബന്ധപ്പെടുത്തിയത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളും മുൻകടന്നുപോയ ഉത്തരേന്ത്യൻ നാടുകളിലെ മുസ്ലിം പണ്ഡിതന്മാരുമായിരുന്നു. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിന്റെ മാർഗത്തിലേക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രിയപ്പെട്ട ഭാര്യമാരെ വിധവകളാക്കാൻ മടിയില്ലാതെ, പ്രിയപ്പെട്ട മക്കളെ അനാഥരാക്കാൻ മടിയില്ലാതെ ഈ രാജ്യത്തൊരു സ്വാതന്ത്ര്യത്തിന്റെ ദിനരാത്രങ്ങൾ പുലർന്നു കാണണമെന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരാഗ്നിയിലേക്ക് ധൈര്യസമേതം ചാടി വീണ് ധീരരക്തസാക്ഷിത്വം വഹിച്ചവരുടെ എണ്ണവും കണക്കും കൃത്യമായി നാം ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയാൽ അവിടെ മുസ്ലിമുകളുടെ എണ്ണം ഒരിക്കലും കുറവാവുകയില്ല. അത്രത്തോളം ഈ രാജ്യത്തോട് കൂറും ഈ രാജ്യത്തോട് സ്നേഹവും പ്രകടിപ്പിച്ചവരാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ കടിഞ്ഞു പോയിട്ടുള്ള മുസ്ലിമുകൾ എന്ന് പറയുന്നത്. എന്നിങ്ങനെ ഇന്ത്യ രാജ്യത്തിന് ഇസ്ലാമുമായിട്ടുള്ള ബന്ധം, ഇന്ത്യ രാജ്യത്തിന് മുസ്ലിമുകളുമായിട്ടുള്ള ബന്ധം എന്റെ സഹോദരങ്ങളെ പറഞ്ഞാൽ തീരുന്നതല്ല. അത്രത്തോളം വലിയ ബന്ധങ്ങളും കാര്യങ്ങൾക്കും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകളുമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ നാം ഒന്ന് ചിന്തിക്കണം, നാളിന്ന് വരെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ രാജ്യത്തെ വർഗീയ ശക്തികൾ ഇവിടെ ഉണ്ടാക്കിയ കലാപങ്ങളുടെ പേരിൽ മുസ്ലിമുകൾ ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റു പല ബുദ്ധിമുട്ടുകളും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ അവസാനം വർഗീയതയുടെ സർവം മേഖലകളും കടന്നുകൊണ്ട്, സർവ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് വർഗീയതയുടെ വിഷസർപ്പങ്ങൾ ഈ രാജ്യത്ത് തല ഉയർത്തി നിന്ന് ഈ രാജ്യത്തിന്റെ തകർത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളായ ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഇസ്ലാമില്ലാത്ത ഇന്ത്യയാണ് നമുക്ക് വേണ്ടതെന്ന്. നാളെന്ന് വരെയും പറഞ്ഞിരുന്നത് മുസ്ലിമുകളില്ലാത്ത ഇന്ത്യയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഇസ്ലാമില്ലാത്ത ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്, ഇസ്ലാമില്ലാത്ത ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. അതിന്റെ പേരിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിതക്രമങ്ങളെ, ശരീഅത്തിനെ സമൂഹത്തിന്റെ മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കുവാനും ഇസ്ലാമിക ശരീഅത്തിനെ സമൂഹത്തിന്റെ മുന്നിൽ വളരെ വൃത്തികെട്ടതായി അവതരിപ്പിക്കുവാനും ഈ വൃത്തികെട്ട ശരീഅത്തനുസരിച്ച് ഒരു ജീവിതം ഇവിടെ വേണ്ട. അതുകൊണ്ട് എല്ലാ ആളുകളും നാളുന്നവരെ സർവ്വമതത്തിലുള്ള ജനങ്ങളും അവരവരുടെ മതം അവരോട് അനുശാസിക്കുന്ന വ്യക്തി നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചു വന്ന ഒരു പൂന്തോട്ട സമാനം ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ മതേതരത്വ രാഷ്ട്രമെന്ന് പറയപ്പെട്ട ഇന്ത്യ രാജ്യമിത ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഹിംസാത്മക ഹിന്ദുത്വ വർഗീയ ശക്തികൾ കടന്നു വന്നിട്ട് പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന്. ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് നാം ഒന്നറിയണം. ഇന്ത്യ രാജ്യത്തുള്ള പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് മതേതരത്വ മൂല്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി കച്ചമുറുക്കി കല്ലും കവണയുമായി കടന്നു വരുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകരോടും നേതാക്കന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏക സിവിൽ കോഡ് എന്ന കരിനിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് എങ്കിൽ ഇന്ത്യ രാജ്യത്ത് നിയമപരമായ നിർഭയത്വത്തിന്റെ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വേദിയിൽ നിന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാ, ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ വെള്ളം നിങ്ങൾ അങ്ങ് വാങ്ങി വെച്ചുകൊള്ളുക. ഇൻഷാ അല്ലാഹ് അതൊരിക്കലും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ആരാണ് ഇന്ത്യ രാജ്യത്ത് പറയുന്നത്? ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് പലരും ഭരണം നടത്തിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് വർഷങ്ങളോളം ഏകപക്ഷീയമായി ഭരണം നടത്തിയിട്ടുണ്ട് മുസ്ലിം മുഗൾ ചക്രവർത്തിമാർ നൂറ്റാണ്ടുകളോളം ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തി. അവരാരും ഇന്ത്യ രാജ്യത്ത് ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ തയ്യാറായിരുന്നില്ല.
50 വർഷക്കാലത്തോളം ഇന്ത്യ രാജ്യത്തെ ഭരണം നടത്തി ഒരു പരിപൂർണ മുസ്ലിമായിരുന്ന ഒരു തഖ്വയുള്ള രാജാവായിരുന്ന ബഹുമാന്യനായ ഔറംഗസീബ് ആലംഗീരി റഹിമഹുല്ലാ തന്റെ വിശാലമായ പ്രവിശ്യയിൽ താൻ ഇഷ്ടപ്പെടുന്ന നിയമങ്ങൾ മുന്നിൽ വെച്ച് ഒരേക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ബഹുമാന്യനായ ഔറംഗസീബ് ആലംഗീരി ഒരു നിയമം പാസാക്കിയിരുന്നു എങ്കിൽ അന്ന് അദ്ദേഹത്തെ എതിർക്കാനോ തടുക്കുവാനോ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രാജ്യത്തുള്ള സർവ്വജനങ്ങളുടെയും മതേതരത്വ മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ഒരിക്കലും മഹാനുഭാവൻ ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയില്ല. മൈസൂറിന്റെയും ബാംഗ്ലൂരിന്റെയും കർണാടകയുടെയും കേരളത്തിന്റെയും ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഭരണം നടത്തിയ ബഹുമാന്യനായ ഷഹീദെ മില്ല ഫതഹ് അലി ഖാൻ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാമായിരുന്നു. പക്ഷേ ടിപ്പുവും ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയില്ല. മറ്റു പല രാജാക്കന്മാരും ഒരുപാട് മുസ്ലിം രാജാക്കന്മാർ കടന്നുപോയി, അവരാരും ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയില്ല. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഏകപക്ഷീയമായ ഭരണം നടത്തിയ ഹൈന്ദവ ചക്രവർത്തിമാർ കടന്നുപോയിട്ടുണ്ട്. ഛത്രപതി ശിവജി ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തി. പക്ഷേ ശിവജിയെ പോലെ ഒരു ഭരണാധികാരി ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ ഏക സിവിൽ കോഡ് എന്ന കരിനിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മഹാറാണ പ്രതാപിനെ പോലെയുള്ളവർ, ഝാൻസി റാണിയെ പോലെയുള്ളവർ തങ്ങൾക്കെല്ലാം എല്ലാവിധ കരുത്തുമുള്ള കയ്യൂക്കുമുള്ള ഭാഗങ്ങളിൽ ഒരു ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ശ്രമിച്ചിരുന്നു എങ്കിൽ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ അത് അംഗീകരിക്കുകയും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇപ്രകാരം പലരും ഭരണം നടത്തി കടന്നുപോയി. അതുപോലെ തന്നെ നാം ഓർക്കണം, വർഷങ്ങളോളം ഇന്ത്യ രാജ്യത്തെ പൊതുജനത്തെ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് വെള്ളക്കാർ ഈ രാജ്യത്തെ ഭരണം നടത്തിയിരുന്നു. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഉൾപ്പെടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ രാജ്യത്തെ ഏകപക്ഷീയമായ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ വെള്ളക്കാർ അതേ മാർഗം പിൻപറ്റിക്കൊണ്ട് ഭരണസിരാ കേന്ദ്രങ്ങളിരിക്കുന്ന കൊള്ളക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏകപക്ഷീയമായ ഇന്ത്യ രാജ്യത്ത് കിരാത ഭരണം നടത്തിയ ബ്രിട്ടീഷുകാരുടെ വെള്ളപ്പൊട്ടികളുടെ മുന്നിൽ പോലും ശരീരത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഞങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ഒരിക്കലോടെ ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇൻഷാ അല്ലാഹ് ആ വെള്ളക്കാർക്ക് ശേഷം ഇന്ത്യ രാജ്യത്തെ ഭരണം കൈയാളുന്ന കൊള്ളക്കാരെ ഇന്ത്യ രാജ്യത്ത് ഈമാനികാവേശമുള്ള ആണത്തമുള്ള നട്ടലിനുറപ്പുള്ള അവസാന മുസ്ലിമും തളർന്നു വീണിട്ടല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതല്ല. ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. ശരീഅത്തിന്റെ നിയമങ്ങളും മുഴുവനും തച്ച തകർത്ത് തരിപ്പണമാക്കണമത്രേ. എന്താണ് പറയുന്നത്? വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ശരീഅത്ത് കാരണം ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ വിധവകളായി കഴിഞ്ഞുകൂടുകയാണത്രേ. ആരായി പറയുന്നേ? ഒരുപാട് പെണ്ണുങ്ങള് ഭർത്താക്കന്മാരും മുത്തലാഖും ചൊല്ലി ഒരു നിയമം അനുസരിച്ച് അവരെ അങ്ങ് തൊലാഖ് ചൊല്ലി വിട്ടേക്കുകയാണെന്ന്. അതുകൊണ്ട് അവർക്കൊക്കെ അതിൽ നിന്ന് മോചനം കൊടുക്കണം. അതുകൊണ്ട് ശരീഅത്തിന്റെ നിയമങ്ങൾ മാറ്റണം, ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം. ഒന്നും അറിയാത്ത പാവം കുറെ മുസ്ലിം പെണ്ണുങ്ങളുടെ അടുത്ത് നിന്ന് 50,000 ഒപ്പും കൊണ്ട് ഇപ്പൊ വന്നേക്കുക ഇവിടെ ഏക സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞിട്ട്. മുസ്ലിം പെണ്ണുങ്ങളെ രക്ഷിക്കാൻ ഇവർക്ക് എന്ത് സ്നേഹമാണെന്നറിയോ? മുസ്ലിം പെണ്ണുങ്ങളോട് ഇവർക്ക് എന്ത് സ്നേഹമാണെന്നറിയോ? രാജ്യത്തെ നാളെന്ന് പരക്കുന്ന കലാപങ്ങളിൽ ആയിരക്കണക്കിന് മുസ്ലിം പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഘപരിവാർക്ക് മുസ്ലിം പെണ്ണുങ്ങളോട് എന്തുകൊണ്ട് സ്നേഹമുണ്ടായി? ആയിരക്കണക്കിന് മുസ്ലിം പെണ്ണുങ്ങളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കത്തിയാണെന്ന തീയിലേക്കിട്ട് കത്തിക്കരിച്ച് കൊലപ്പെടുത്തി കളഞ്ഞ സംഘപരിവാറിന് ഇപ്പൊ മുസ്ലിം പെണ്ണുങ്ങൾക്ക് എവിടെ നിന്നും സ്നേഹമുണ്ടായി? പരിപൂർണ ഗർഭിണിയായ പെണ്ണിനെ 50-ലധികം പേര് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവസാനം മരണത്തെ മുൻകണ്ട് നിൽക്കുന്ന പാവം പെണ്ണിനെ പരിപൂർണ നഗ്നയായി ഒരു ചുവരിനോട് ചേർത്ത് ചാരി നിർത്തിയിട്ട് അവളുടെ അടിവയറ്റിൽ മൂർച്ചയേറിയ ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് ആ കുഞ്ഞിനെ പോലും ഗർഭസ്ഥ ശിശുവിനെ പോലും കത്തി കൊണ്ട് കുത്തിയെടുത്തു പുറത്തേക്കിട്ട് തീലരിച്ചു കൊന്ന കാബാലിക കശ്മല കൗരവപ്പടക്ക്
ഇപ്പോൾ ഈ മുസ്ലിം പെണ്ണുങ്ങളോട് എവിടെ നിന്നാണ് സ്നേഹമുണ്ടായത്? 82-83 കാലഘട്ടത്തിൽ ആസാമിലെ നെല്ലയിൽ നൂറുകണക്കിന് മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾ ബലാത്സംഗം ചെയ്തില്ലേ, കൊലപ്പെടുത്തിയില്ലേ? അന്ന് എന്തുകൊണ്ട് അവരോട് ഈ സ്നേഹമുണ്ടായിരുന്നില്ല? 92-93 ബോംബെയിലും സൂറത്തിലും മീററ്റിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് മുസ്ലിം പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തില്ലേ, വിധവകളാക്കിയില്ലേ, അനാഥരാക്കിയില്ലേ? അപ്പോ ഇല്ലാത്ത സ്നേഹം ഇപ്പോഴെവിടെ നിന്നാ നിങ്ങൾക്ക് വന്നത്? 2002 ഗുജറാത്തിൽ നരോദ പട്ടികയിൽ അഹമ്മദാബാദിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ നിങ്ങളുടെ കൈകളിൽ കിടന്ന് നിലവിളിച്ചില്ലേ? അപ്പോഴില്ലാത്ത സ്നേഹം ഇപ്പൊ എവിടെ നിന്നാ നിങ്ങൾക്കുണ്ടായത്? 2012 മുസഫർ നഗറിൽ നൂറുകണക്കിന് പെൺകുട്ടികൾ നിങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് ജീവന് വേണ്ടി യാചിച്ചില്ലേ? അപ്പോഴില്ലാത്ത സ്നേഹം എവിടെ നിന്നാണ് ഞങ്ങൾക്ക് വന്നത്? കഴിഞ്ഞ കടന്ന ഏകദേശം 2 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ രാജ്യത്ത് 750 പലം ചെറുകലാപങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെയൊക്കെ ജീവിതം നഷ്ടപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ഓർത്തോ? പെങ്ങന്മാരെ നിങ്ങൾ ഓർത്തോ? പാവപ്പെട്ടവരെ നിങ്ങൾ ഓർത്തോ? ഇപ്പൊ മുസ്ലിം പെണ്ണിനോട് വലിയ സ്നേഹം, ആത്മാർത്ഥമായി നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ, ആത്മാർത്ഥമായി നിങ്ങൾക്ക് സ്നേഹമുണ്ട് എങ്കിൽ, തന്റെ പ്രിയപ്പെട്ട മകനായിരുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന നജീബ് എന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ കാണാതെ പോയപ്പോൾ എന്റെ പൊന്നുമോൻ എവിടെയുണ്ടെന്ന് എനിക്കറിയണം, ജീവനോടെ ഉണ്ട് എങ്കിലും എനിക്കൊന്നറിയണമെന്ന് പറഞ്ഞ് ഒരു പാവപ്പെട്ട ഉമ്മ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ മൂക്കിന് കീഴിൽ സമരം നടത്തുമ്പോൾ ആ ഉമ്മയെ ഒന്ന് സ്നേഹിക്കാൻ, ആ പാവപ്പെട്ട ഉമ്മയെ കാവ്യ വസ്ത്രത്തിനടിയിൽ, കാക്കി വസ്ത്രത്തിനടിയിൽ കാവി നിക്കറും വിട്ടു വന്നതായ നിയമപാലകർ തെരുവോരങ്ങളിലൂടെ കുറ്റവാളിയെ പോലെ വലിച്ചടച്ചു പോകുമ്പോൾ ആത്മാർത്ഥമായി മുസ്ലിം പെണ്ണിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ ഉമ്മയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് ഈ സംഘപരിവാറിന്റെ വാനരപ്പടയെ ഞങ്ങൾ കണ്ടില്ല? വളരെ സ്നേഹം. കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് നോക്കാത്ത പെണ്ണുങ്ങളെ പറ്റിയിട്ടാ വളരെ വിഷമോന്ന്. ഞങ്ങളൊരു ലിസ്റ്റ് തരാം, ഒരു ലിസ്റ്റ് ഞങ്ങൾ തരാം, നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കി. ഇവിടെ കല്യാണം കഴിച്ച സ്വന്തം ഭാര്യയെ പോറ്റാനുള്ള പണവും ഉണ്ട്, പദവിയുണ്ട്, പ്രതാപമുണ്ട്, എന്നിട്ടും തന്റെ ഭാര്യയെ ഒരു ഭാര്യ എന്ന് പറഞ്ഞു പോറ്റാൻ കൽപ്പില്ലാതെ പച്ച കോട്ടുവിട്ട് നാട് കറങ്ങി നടക്കുന്ന ചില ആളുകളുണ്ട്. അവരെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി. നിങ്ങൾക്ക് വലിയ താല്പര്യമല്ലേ വിധവകളായ പെണ്ണുങ്ങളെ പറ്റി? ഇവിടെ മുസ്ലിം പെണ്ണുങ്ങളെ കടക്കത്താൽ ഒരു തൊലാക്ക് ചൊല്ലി നിയമപരമായി ഒഴിവാക്കി എന്ന് വെക്കാം. ഇത് അതുപോലും ഇല്ലല്ലോ, കെട്ടി അവിടെ ഇട്ടിട്ടങ്ങ് പോയതല്ലേ. ഇന്ത്യ രാജ്യത്തെ പെണ്ണുങ്ങളുടെ പ്രശ്നമാ ചർച്ച ചെയ്യുന്നതെങ്കിൽ താഴെ തട്ടിൽ നിന്ന് വേണ്ട, മുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇന്ത്യ രാജ്യത്തെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ ഭാര്യ, അവരുടെ കാര്യത്തിൽ നീതി നടപ്പിലാക്കപ്പെട്ടോ? പാവം യശോദാബൻ എന്ന പാവപ്പെട്ട അമ്മ, പാവപ്പെട്ട ആ സ്ത്രീ, അവരുടെ ഭർത്താവിന് അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. അവരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല, അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല. ഇപ്പോഴും ഭാര്യയാക്കി വെച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും ഒന്നും പറയുന്നില്ലല്ലോ. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്ക്. മുസ്ലിം പെണ്ണുങ്ങളുടെ എന്താ ഒരു സ്നേഹവാദം വരാനേ, എന്താ ഒരു സ്നേഹവാ! ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമുകളും അമുസ്ലിമുകളും ഉൾപ്പെടെയുള്ളവർ അറിയേണ്ടത്, ഇവിടെ സംഘപരിവാർ ഏക സിവിൽ കോഡ് എന്നൊരു പൊറാട്ട നാടകമായി വന്നത് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു തുല്യനീതി നടപ്പിലാക്കി കിട്ടണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടൊന്നുമല്ല, അങ്ങനൊരു വലിയ ആഗ്രഹം കൊണ്ടൊന്നുമല്ല. കാരണം നമ്മൾ വ്യക്തമായി ചരിത്രം പരിശോധിച്ചാൽ ഏക സിവിൽ കോഡിനെ പറ്റിയുള്ള ചർച്ച നടന്നപ്പോൾ തന്നെ അതിനെയൊക്കെ ശക്തമായി എതിർത്തത് ഇവരുടെയൊക്കെ നേതാക്കന്മാര് തന്നെ. സത്യം പറഞ്ഞാൽ ചരിത്രം അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് വിവാദം ഒരുപാട് വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി അതിനെതിരായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ബഹുമാന്യനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, നാം അറിയണം, മുസ്ലിമുകൾ മാത്രമല്ല ഇവിടെ ഏക സിവിൽ കോഡിനെ എതിർത്തത്. ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം ഏക സിവിൽ കോഡ് എന്ന നിയമത്തിനെതിരായിരുന്നു. ബിജെപിയുടെ പല നേതാക്കന്മാരും ഏക സിവിൽ കോഡിനെതിരായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ മുസൽമാനും ഹിന്ദുവും ഉൾപ്പെടെയുള്ളവർ തോളോട് തോൾ ചേർന്നുകൊണ്ട് പോരാട്ടം നടത്തി. ഈ രാജ്യം പരിപൂർണ സ്വാതന്ത്ര്യമായപ്പോൾ നേതൃത്വത്തിന് വേണ്ടി മാത്രം മുന്നിലേക്ക് വന്ന നേതാവ് ചമഞ്ഞ് ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനത്തിന് വേണ്ടി സർവകാര്യങ്ങളുമായി മുന്നോട്ട് കടന്നു വന്ന സർദാർ വല്ലഭായി പട്ടേൽ,
രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ മുസ്ലിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, അതുകൊണ്ടുള്ളത് കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് വിഭജനത്തിന്റെ ചിന്തകൾക്ക് മുഹമ്മദ് അലി ജിന്നയേക്കാൾ വലിയ ശക്തി പകർന്ന സർദാർ വല്ലഭായി പട്ടേൽ അയാൾ പോലും ഏക സിവിൽ കോഡിനെതിരായിരുന്നു. അത് വേണ്ട, ഓരോരുത്തരും അവന്റെ മതം അനുസരിച്ച് ജീവിക്കട്ടെ എന്നാ പറഞ്ഞേ. എന്തിനേറെ പറയണം, ഈ സംഘപരിവാറിന്റെ ഈ കുഞ്ഞാടുകൾക്കൊക്കെ വർഗീയതയുടെ ബാലപാഠങ്ങൾ മുഴുവനും പകർന്നു കൊടുത്ത അവരുടെ പ്രിയപ്പെട്ട നേതാവുണ്ട് ഗുരുജി ഗോൾവാൾക്കർ. ആരും റഹ്മത്തുള്ളാഹി അലൈഹി പറയരുത്. ഗുരുജി ഗോൾവാൾക്കർ പുള്ളിക്കാരനെ 972 സമയത്തിൽ RSSന്റെ മുഖപത്രം എന്ന് വിശേഷിക്കാൻ പറ്റുന്ന ദ ഓർഗനൈസർ എന്ന ഒരു മാസികയോ ഒരു വീക്കിലോ എന്തോ ഒരു സാധനം, അതിന്റെ ഒരു മുഖ്യ പ്രധാനപ്പെട്ട ഒരാള്, ഒരു മുഖ്യ ലേഖകൻ ഗോൾവാൾക്കറുമായി ഒരു അഭിമുഖം നടത്തി. അയാളുമായ ഒരു അഭിമുഖം അതിൽ ഓർഗനൈസർ എന്ന RSSന്റെ മുഖപത്രത്തിൽ വരാൻ. അന്ന് ഗോൾവാൾക്കറിനോട് ഈ അഭിമുഖം നടത്തിയ ലേഖകൻ ചോദിച്ചു, ഗുരുജി, ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് വരുന്നതിനെ താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവിടെ മുതൽ നമുക്ക് തുടങ്ങണമല്ലോ. അന്ന് ഇവന്മാരുടെയൊക്കെ നേതാവ് പറഞ്ഞത്, ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് വേണ്ട. ഹിന്ദുക്കളെ നിയമത്തിൽ ജീവിച്ചോട്ടെ, മുസ്ലിങ്ങൾ അങ്ങനെ ജീവിച്ചോട്ടെ, ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല എന്ന് ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിരുന്ന വർഗീയതയുടെ വിത്തുകൾ വാങ്ങി ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഗുരുജി ഗോൾവാൾക്കറും പറഞ്ഞത് ഇവിടെ ഏക സിവിൽ കോഡ് വേണ്ടെന്ന്. പിന്നെ ഇപ്പൊ ഇവർക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ ഏക സിവിൽ കോഡ് വേണമെന്നൊരു താല്പര്യം? സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ഇത് നടക്കില്ല എന്നറിയാം. നടക്കില്ലെന്നല്ല, ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ജീവനുള്ളിടത്തോളം കാലം നമ്മളൊന്നും നടത്തില്ല എന്നവർക്കറിയാം. പിന്നിപ്പോ എന്താണെന്നറിയാമോ ഇതുമായിട്ട് വന്നിരിക്കുന്നത്? ചില കാര്യങ്ങൾ ഇവർക്ക് മറച്ചു വെക്കണം. അറിയാലോ, ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് സർവ ബഹുമാനവും അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഭരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ഇങ്ങനെ വലിച്ചെറിഞ്ഞത്. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു! ഇന്ത്യ രാജ്യം എന്റെ കയ്യിലേക്ക് കിട്ടിയാൽ, ഈ രാജ്യത്തെ എന്റെ കയ്യിലേക്ക് കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ ഇന്ത്യയെ സ്മാർട്ട് ആക്കാൻ പോവുകയാണ്. സ്മാർട്ട് ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അച്ചാദിൻ എന്ന് പറഞ്ഞിട്ട് ഇത് തുടങ്ങിയോ അതോ തുടങ്ങിയെടുത്ത് തന്നെ ഒടുങ്ങിയോ നാളെന്ന് വരെ നമുക്കറിയില്ല. ഇന്ത്യയെ സ്മാർട്ടാക്കി കളയാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് ഇത്രയും നാള് കഴിഞ്ഞിട്ടും ഇന്ത്യയൊന്ന് സ്റ്റാർട്ടാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ ഭരണപരാജയം മറച്ചു വെക്കാനാണ് ഏക സിവിൽ കോഡ് എന്നൊരു വിവാദമൊക്കെ ആയിട്ട് ഇവരിപ്പോ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഭരണത്തിൽ കയറിയപ്പോ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് പോയ കള്ളപ്പണം ഉണ്ടായിരുന്നു. എത്രയോ ആയിരക്കണക്കിന് കോടി പണവുമായിട്ടാണ് വിജയ് മല്യ പോലെയുള്ളവർ സ്വസ്ഥമായി ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയത്. നമ്മളറിയണം, എത്രയോ കോടിക്കണക്കിന് രൂപയുമായി ഇന്ത്യ രാജ്യത്ത് നിന്ന് മുങ്ങി, പലരും മുങ്ങി. അപ്പൊ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോയ കള്ളപ്പണമെല്ലാം ഞാനിപ്പോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അദ്ദേഹം. പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചു. ഇത് വിശ്വസിച്ചിട്ട് കുറെ പാവങ്ങൾ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തണ്ടൊടിഞ്ഞ താമരയ്ക്ക് വോട്ട് കുത്തുകയും ചെയ്തു. അവസാനം ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കയ്യും കണ്ണീരുമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പടച്ചവനെ, ദൈവമേ, ഇന്ത്യ രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് പോയ വിദേശ പണം, കള്ളപ്പണം തിരിച്ചു വന്നില്ലേലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇങ്ങ് തിരിച്ചു വന്നാൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് കരയേണ്ടുന്ന അവസ്ഥ വന്നു. ഈ ഭരണപരാജയങ്ങളൊക്കെ മറച്ചു വെക്കണമെങ്കിൽ ഇവിടെ ഏക സിവിൽ കോഡ് എന്നൊരു പ്രശ്നമൊക്കെ കൊണ്ടുവന്ന് കുറച്ചു നാളൊക്കെ പിടിച്ചു നിന്ന് ഇവർക്ക് പറ്റുള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി! അദ്ദേഹം ഭരണത്തിലെത്തിയിട്ട് സമാധാനം എന്ത് എന്ന് ഇന്ത്യ രാജ്യം അറിഞ്ഞിട്ടുണ്ടോ? ഭരണപരാജയങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയായിരുന്നു. എന്തൊക്കെ വിവാദങ്ങളായിരുന്നു ഇവിടെ! യോഗാ പഠനം നടത്തണമത്രേ, യോഗ ഇങ്ങനെ നിർബന്ധമാക്കുക. ആ യോഗയുടെ നിർബന്ധമാക്കിയിട്ട് അതിൽ ഒരു മുസൽമാൻ അംഗീകരിക്കാത്ത രീതിയിൽ സൂര്യ നമസ്കാരം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ നമ്മളത് അംഗീകരിക്കൂല. അപ്പൊ അതിന്റെ പേരിൽ ഒരു ഉടക്കുണ്ടാക്കണം എന്നൊക്കെ കരുതി യോഗാ പഠനം എന്നൊക്കെ പറഞ്ഞ് ജൂൺ 21 അങ്ങനെ എന്തോ ഒരു ദിവസം അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. നമ്മൾ ഇതിലേക്കുള്ള കള്ളക്കളി അറിയണം. ഇവരുടെയൊക്കെ ഒരു നേതാവുണ്ട്, ഹെഡ്ഗേവാർ എന്നൊരു നേതാവ്. അയാള് മരിച്ചുപോയ ദിവസമാണ് ഈ ജൂൺ 21.
അന്നത്തെ ദിവസമാണ് യോഗാദിനമാക്കിയത്. സത്യത്തിൽ ഒരു നേതാവിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ജനിച്ച ദിവസത്തിന് സ്ഥാനം കൊടുക്കേണ്ടത്, മരിച്ച ദിവസത്തെക്കാൾ ജനിച്ച ദിവസത്തിന്. പിന്നെന്താ ഇയാള് ജനിച്ച ദിവസം എടുക്കാഞ്ഞേ? മരിച്ച ദിവസം യോഗാദിനമാക്കുന്നു, ജനിച്ച ദിവസം അതിനു മുമ്പേ ഇങ്ങനെ ലോകം മുഴുവനും ആദരിക്കുക. കാരണം ഹെഡ്ഗേവാർ ജനിച്ചത് ഏപ്രിൽ 1-നാ, അത് ലോക വിദ്യുദിനമായിട്ട് ആദരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടായിരിക്കും മരിച്ച ദിനം ഇവരെടുത്തത് ലോക യോഗാ ദിനമായിട്ട്. എന്നിട്ട് ഇങ്ങനെ യോഗ അഭ്യസിപ്പിക്കുക. എന്തൊക്കെയാ പഠിച്ചവരെ? കേന്ദ്രമന്ത്രിമാർ, നാളുന്നവരുടെ യോഗയുടെ ബാലപാഠം പോലും അറിയാത്ത കേന്ദ്രമന്ത്രിമാര് ജുബ്ബയും പൈജാമയും ഒക്കെ ഇട്ട് ക്യാമറയുടെ മുന്നിൽ വന്നങ്ങട്ട് നൃത്തം ചവിട്ടല്ലേ. നിങ്ങൾക്കറിയോ യോഗ എന്താണെന്ന്? ഞങ്ങൾ നിങ്ങളെ പറയുന്നു, നിങ്ങൾക്ക് യോഗ അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം നിങ്ങളെ. നിങ്ങൾക്ക് യോഗ അറിയില്ല എങ്കിൽ സൂര്യ നമസ്കാരം ഒഴികെ യോഗയുടെ ഏതാസനവും നല്ല വ്യക്തമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ നിങ്ങളെ പഠിപ്പിക്കും. ഇതൊന്നും അറിയാതെ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് നാണം കെടണോ? യോഗാദിനം എന്നിട്ട് കുറെ നാണം കെട്ടു. ആ നാണക്കേട് മാറ്റാൻ, ആ ഭരണപരാജയങ്ങളെ മാറ്റാൻ ഇപ്പൊ ഏക സിവിൽ കോഡും കൊണ്ടുവന്നേക്കുകയാണ്. വ്യക്തമായി നമ്മൾ അറിയണം. ലവ് ജിഹാദ് എന്നും പറഞ്ഞു കുറെ കൊണ്ടുവന്നു, ഗർവാപ്പസി എന്നും പറഞ്ഞു കുറെ കൊണ്ടുവന്നു. എന്ത് നാണക്കേടാണ് ഇന്ത്യ രാജ്യത്ത്. ഞാൻ പറയുന്നത് ഇപ്പോ സാക്കിർ നായിക്കിനെ പോലെയുള്ളവരെയൊക്കെ കൊടുക്കുകയാണ്. സാക്കിർ നായിക്ക് മുന്നോട്ട് വെക്കുന്നതായ ആശയങ്ങളുടെ മുന്നിൽ അദ്ദേഹം വേദങ്ങൾ മുന്നിൽ വെച്ച്, ഉപനിഷത്ത് മുന്നിൽ വെച്ച്, ശാസ്ത്ര സത്യങ്ങൾ മുന്നിൽ വെച്ച് സർവേശ്വരനായ ഏകനായ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോൾ അത് സത്യമെന്ന് ബോധ്യപ്പെട്ടവർക്ക് അത് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് വേണ്ട. ഇത് നിർബന്ധമില്ല. പക്ഷേ സാക്കിർ നായിക്ക് എന്ന ഇന്ത്യ രാജ്യത്തെ മതപ്രബോധകൻ അദ്ദേഹത്തിന് ഈ രാജ്യം വകവെച്ചു കൊടുക്കുന്ന മൗലികാവകാശങ്ങളുടെ ഭാഗമായി ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും കുറ്റപ്പെടുത്താതെ, ഒരാളെയും ആക്ഷേപിക്കാതെ അദ്ദേഹം ഇസ്ലാം എന്ന പ്രത്യയ ശാസ്ത്രത്തിന് ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിന്റെ വെള്ളരിപ്രാവുകളായി കടന്നു വന്നപ്പോൾ സാക്കിർ നായിക് എന്ന പ്രബോധകനായ ആൺകുട്ടിയുടെ മുന്നിൽ ആശയപരമായി നേരിട്ട് പിടിച്ചു നിൽക്കാൻ മത വന്നപ്പോൾ ഇപ്പൊ ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കുക സാക്കിർ നായിക് പുതിയൊരു ജിഹാദുമായി വന്നിരിക്കുകയാണ് അത്രേ. എന്ത് ജിഹാദ്? ലവ് ജിഹാദും റോമിയോ ജിഹാദും ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ പുതിയ ജിഹാദ് വന്നിട്ടുണ്ട്, കണ്ണുരുട്ടി ജിഹാദ്. സാക്കിർ നായിക്ക് കണ്ണുരുട്ടി അങ്ങ് പേടിക്കുക. അത് പിന്നെ നിങ്ങൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ണുരുട്ടല് നമ്മൾ നിർത്തണം. നമ്മൾ കണ്ണുരുട്ടുന്ന ഇവർക്ക് പേടിയാ. നമ്മളൊന്ന് കണ്ണുരുട്ടിയാൽ തന്നെ പേടി. ഞങ്ങൾക്കറിയാലോ, കേരളത്തില് നമ്മുടെ തിരുവനന്തപുരത്ത്, മലപ്പുറത്തൊക്കെ കുറെ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സലഫി സെന്റർ തകർക്കാൻ വേണ്ടിയിട്ട് വരികയാ ബാബുജിയുടെ കുട്ടികൾ. മഞ്ചേരിയിലെ സത്യസരണി തകർക്കാൻ വേണ്ടി വരികയാണ് കുമ്മനഞ്ചിയുടെ കുട്ടികൾ. അവരിങ്ങനെ വരുമ്പോ അവർക്ക് റിപ്പോർട്ട് കിട്ടി, അവർക്ക് അനുവാദം കൊടുത്ത പോലീസ് ഏമാന്മാർ എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 ദിവസം കേരളത്തിന്റെ മണ്ണിൽ മരണപ്പെട്ടു പോയ സ്വാതന്ത്ര്യ സമര ധീര ദേശാഭിമാനികളുടെ സ്മരണകൾ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ എല്ലാവർക്കും മാതൃകാപരമായ രീതിയിൽ ഒരു ഫ്രീഡം പരേഡ് നടത്തിയപ്പോ അത് വലിയ കുഴപ്പമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു നിരോധിച്ചവർ മുസ്ലിമുകളുടെ 2 ആരാധനാലയങ്ങളിലേക്ക് സംഘികൾക്ക് മാർച്ച് നടത്താൻ അനുവാദം കൊടുത്തു. പോലീസ് തടഞ്ഞില്ല. ഇനി പോലീസ് തടയുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ തടയും, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പറഞ്ഞു. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ ചുണക്കൊട്ടികൾ തിരുവനന്തപുരത്തെ സലഫി സെന്ററിന്റെ മുന്നിലും അതേപോലെ തന്നെ മഞ്ചേരിയില് പിന്നെ മർക്കസുൽ ഹിദായുടെ മുന്നിലും അണിനിരന്നു. ഇതിനിടയിൽ നമ്മളെങ്ങാനും ചിലപ്പോ കണ്ണുരുട്ടി കാണിച്ചിട്ടുണ്ടാവും. ഇതിലിപ്പോ ഇവരാകെ പേടിച്ചുപോയി. അതുകൊണ്ട് എന്ത് ചെയ്തു? കുമ്മനഞ്ചി മക്കളുമായിട്ടൊക്കെ വന്ന് മഞ്ചേരി ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന് നിന്നിട്ട് പിന്നെ സത്യസരണി തകർക്കാൻ വന്ന കുട്ടികളോട് പറഞ്ഞു, മക്കളെ അത് കണ്ടോ, ആ പോകുന്ന വഴി കണ്ടോ, അതാണ് സത്യസരണിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ് അവിടെ നിർത്തി പതുക്കെ സമാധാനത്തിൽ തിരിച്ചുപോയി. ബാബുജി വന്നു തിരുവനന്തപുരത്ത് പുളിമൂട് ജംഗ്ഷനിൽ കൊണ്ടുവന്ന് നിന്നിട്ട് അണികളോട് പറഞ്ഞു, മക്കളെ ആ പോന്ന KSRTC ബസ് കണ്ടോ, അതാണ് സലഫി സെന്ററിന്റെ മുമ്പിലൂടെ പോകുന്ന ബസ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടുകാര് കണ്ണുരുട്ടി കാണിച്ചപ്പോഴേ, അതുകൊണ്ട് ബൈക്കിലും കാണാൻ പോയപ്പോ കണ്ണുരുട്ടിയിട്ടുണ്ടാവും. അത് കണ്ടിട്ട് പേടിച്ച്. അതുകൊണ്ട് ഈ കണ്ണുരുട്ടൽ നിർത്തണം. പുതിയ ജിഹാദ്, കണ്ണുരുട്ടി ജിഹാദ്. സാക്കിർ നായിക്ക് കണ്ണുരുട്ടി മുസ്ലിമാക്കുന്നു അത്രേ.
ഇത്രയും നാണം കെട്ട പ്രസ്താവനകൾ നടത്തിയ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടോ? എന്നിട്ട് ആശയപരമായി ഇവർക്കൊന്നും നേരിടാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്തേ? ആ നാണക്കേട് മാറ്റാൻ തെരുവോരങ്ങളിലെല്ലാം കാവി നിറത്തിലുള്ള പോസ്റ്ററുകൾ വെച്ചു. ഞങ്ങളിലേക്ക് മടങ്ങുക, തറവാടിലേക്ക് മടങ്ങുക, തറവാടിലേക്ക് മടങ്ങുക. എന്നിട്ട് അതിന്റെ അടിയിൽ നീളത്തിൽ ഇങ്ങനെ നമ്പരും വെച്ചു. ആരെങ്കിലും ഒക്കെ ആ നമ്പർ ഫീഡ് ചെയ്ത് വീട്ടിനകത്ത് കയറി കക്കൂസിനകത്ത് കയറി മിസ് കോൾ അടിക്കും, അവന് മെമ്പർഷിപ്പ് കിട്ടി. ഇങ്ങനെ ആളെ കൂട്ടുക. ആശയപരമായി സമ്മതിക്കാൻ ചങ്കൂറ്റമില്ല. ആകെ നാണക്കേടായി. ഇവരെ മതപ്രഭാഷകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മിസ് കോൾ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. മിസ് കോൾ അടിക്കുക, ആൺകുട്ടികളും പെൺകുട്ടികളും ബന്ധത്തിലാവുക, അതാകെ പ്രശ്നമുണ്ടാ. ഇതെങ്ങനെയെങ്കിലും നിർത്തണമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് അൽഹംദുലില്ലാ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഒരു ചെറുപ്പക്കാരനും എവിടുന്ന് നമ്പർ കിട്ടിയാലും പിന്നെ മിസ് കോൾ അടിക്കൂല. നേരത്തെയൊക്കെ ട്രെയിനിലെ ബാത്റൂമിൽ കയറി നമ്പർ കിട്ടിയാലും കിട്ടിയതല്ലേ പതുക്കെ മിസ് കോൾ അടിക്കും. ഏതോ പാവപ്പെട്ടവന് നമ്പർ കിട്ടി, അവൻ വീട്ടിൽ പോയി രാത്രി 12 മണിക്ക് മിസ് കോൾ അടിച്ചു. അതിന് പറയാണ്, നമസ്കാരം, ഞങ്ങളുടെ ഹെൽപ്പ് ലൈനാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങളെ ഞങ്ങൾ മെമ്പർ ആക്കിയിരിക്കുന്നു. നാണം കെട്ട നാറിയ കളി. ട്രെയിനിന്റെ കക്കൂസിൽ വരി നമ്പർ എഴുതി വെച്ചു ഇവര്. ഈ നാണക്കേട് മാറ്റാൻ വേണ്ടി കേട്ടാണ് ഇപ്പോ ഏക സിവിൽ കോഡ് എന്നൊരു വിവാദവുമായി ഇവർ വന്നിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ലവ് ജിഹാദ് എന്നൊരു വിഷയമായി വന്നു. അതുകൊണ്ട് സ്ത്രീകളെല്ലാം രക്ഷിക്കണം അത്രേ. മുസ്ലിം ചെറുപ്പക്കാര് ഒന്ന് കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് താടിയൊക്കെ ഒന്ന് ചീപ്പി ഒതുക്കി ഒരു ജീൻസും ഒക്കെ ഇട്ട് ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു ബൈക്കിൽ ഇങ്ങനെ കയറി പോയാൽ അവരെ പിറവെ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ പോവാണെന്നത്രേ. നമുക്ക് പറയാനുള്ളത് വൃത്തിയും അല്പസ്വല്പം ഗ്ലാമറും ഒക്കെ ഉള്ളവരെ ചിലപ്പോ പെമ്പിള്ളേര് നോക്കിയെന്നിരിക്കും. അത് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? എന്തായാലും ഒന്ന് ഇവർ സമ്മതിച്ചു. സംഘപരിവാറിന്റെ അരനിക്കറിട്ടുള്ളവർക്ക് ഇല്ലാത്ത എന്തോ ഒരു ആണത്തം അൽഹംദുലില്ലാഹ് മുസ്ലിം ചെറുപ്പക്കാർക്കുണ്ട് എന്ന് അറിയാതെയെങ്കിലും ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ലോകത്തിന്റെ മുമ്പിൽ ആകെ നാണക്കേടായി. ഈ നാണക്കേടൊക്കെ മറച്ചു വെക്കാൻ ഇപ്പൊ ഏക സിവിൽ കോഡും പൊക്കിക്കൊണ്ടുവന്നിരിക്കുക. പിന്നെന്താ, മുസ്ലിമുകൾ ഇങ്ങനെ പെറ്റു പെരുകയാണ് അത്രേ. 4 കല്യാണം കഴിച്ചപ്പോ മലപ്പുറത്തുള്ള ഒരുത്തനൊരു പ്രസ്താവന നടത്തിയല്ല, മുസ്ലിമുകൾ പന്നികളെ പോലെ പെറ്റു പെരുകയാണെന്നത്രേ. മുസ്ലിമുകൾ പന്നികളെ പോലെ പെറ്റുപെരുക. നമുക്ക് പറയാനുള്ളത്, ഹൈന്ദവ സമൂഹത്തോട് നമുക്കൊരു വെറുപ്പില്ല. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ നമ്മുടെ മാറോട് ചേർത്ത് നമ്മൾ നിർത്തും. നാളെ അവർക്കും എന്തെങ്കിലും അപകടം വന്നാൽ ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂൽ ഞങ്ങൾക്ക് പകരം നൽകിയ ആദർശത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ സഹോദരങ്ങളായ ഞങ്ങളുടെ അയൽക്കാരായ ഹൈന്ദവ സമൂഹത്തോടൊപ്പം നിൽക്കാനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഒരു വർഗീയതയൊന്നും ഞങ്ങളുടെ ഉള്ളിലില്ല. പിന്നിപ്പോ എന്താ, മുസ്ലിമുകൾ ഇങ്ങനെ പന്നികളെ പോലെ പെറ്റുപെരുകയാണെന്ന്. അത് പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കുന്ന ആള് അയാൾ മലയാളം പറയും. തമിഴ്നാട്ടിൽ പോയി ജീവിക്കുന്ന ആളാണെങ്കിൽ അയാൾ തമിഴേ പറയും. എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് എങ്ങനെയാണോ, ജനിച്ച് വളർന്നു വന്ന അന്തരീക്ഷം എങ്ങനെയാണോ അതേ വായി നിന്ന് വരുള്ളൂ. ഈ പന്നി വരുന്ന പോലെ മുസ്ലിമീങ്ങൾ പെറും എന്ന് പറഞ്ഞ ആള്, അയാൾക്ക് മനുഷ്യരുടെ സംസ്കാരമില്ല. അയാൾ പന്നികളോടൊപ്പം ഇങ്ങനെ ജനിച്ചു വളർന്ന് ആ ഒരു സംസ്കാരമായി. അതുകൊണ്ട് വായി നിന്ന് പറഞ്ഞാൽ ഇതേ പുറത്തു വരുള്ളൂ, ഇതേ അയാൾക്ക് പുറത്തു വരുള്ളൂ. അത് അയാൾ ഇങ്ങനെ ലോകത്തോട് പറഞ്ഞു. മുസ്ലിങ്ങൾ ഇങ്ങനെ പെറ്റുപെരുക. 4 കല്യാണം കഴിച്ചു. 4 കല്യാണത്തിലൂടെ 10 മക്കള്. ഞങ്ങൾക്ക് പറയാനുള്ളത്, മുസ്ലിം ചടക്കുട്ടികളുണ്ട്, ആദർശധീരരായ കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് 10 മക്കള് വേണമെങ്കിൽ 4 കെട്ടേണ്ട ആവശ്യമൊന്നുമില്ലടോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരതിന് സജ്ജരാണ്. ഒരൊറ്റ ഭാര്യയിൽ നിന്ന് തന്നെ 10ഉം 12ഉം മക്കളുള്ള കെൽപ്പുള്ള ചുണക്കുട്ടികളാ മുസ്ലിം ചുണക്കുട്ടികളെന്ന് തിരിച്ചറിയുക. എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ കനിഞ്ഞരളിയ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് പൂജയ്ക്ക് വെച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? ഈ നാണക്കേടൊക്കെ മാറ്റിവെക്കാൻ ഏക സിവിൽ കോഡ് വിവാദം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്. നാണക്കേട് മാറ്റിവെക്കാൻ വേണ്ടി മാത്രം. അതല്ലാതെ ലോകത്തിന്റെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ലോകം മുഴുവനും ഇങ്ങനെ ആക്ഷേപിക്കുന്ന അവസ്ഥയെത്തി. ഈ രാജ്യത്തിന്റെ സുരക്ഷിതാവസ്ഥ തകർന്നു, അരക്ഷിതാവസ്ഥയിലേക്കായി. ലോകം മുഴുവനും വലിയ ചർച്ചയായി. ഞാൻ അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവരെ മുഴുവനും രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ജനിച്ച് പിറന്ന
പിറന്നു വളർന്നു വന്ന നാടായ ഗുജറാത്തിന്റെ ഉന എന്ന പ്രദേശത്ത് പോലും കന്നുകാലികളെ ചത്തുപോയ കന്നുകാലികളുടെ തൊലി ഉരിഞ്ഞു എന്ന പേരിൽ പാവപ്പെട്ട ദലിത് മക്കൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, പരിപൂർണമായി നഗ്നരാക്കപ്പെട്ടു. പകലും മുഴുവനും അവരെ അതിക്രൂരമായ ബെൽറ്റിനടി വാങ്ങേണ്ടി വന്നു. അവസാനം രക്ഷപ്പെടുത്തുമെന്ന് കരുതി അടുത്തേക്ക് വന്ന പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്ത് തെരുവോരങ്ങളെ വലിച്ചെടുത്തു കൊണ്ടുപോയി. നാം അറിയണം, മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇവിടെ പ്രശ്നം, കീഴാള ജനവിഭാഗങ്ങൾക്ക് പ്രശ്നമായി. നാം കണ്ടു കേരളത്തിൽ. നാം അറിയുക, ഇനി ഒരു പക്ഷേ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഓരോ ഓണത്തിന്റെ സമയമാകുമ്പോഴും ഹൈന്ദവ സഹോദരങ്ങളൊക്കെ കടയുടെ മുന്നിൽ, ഷോപ്പിന്റെ മുന്നിൽ ഓണാശംസകൾ എന്ന് പറഞ്ഞു ബോർഡുകൾ എഴുതി വെക്കുമ്പോൾ, പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദര കാത്തിരുന്നു കൊള്ളുക, അവിടെയും സംഘപരിവാരം കടന്നു വന്നിരിക്കുകയാണ്. വാമന ജയന്തി ആശംസകളും നേർന്നു കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഓണാശംസകൾ പറഞ്ഞാൽ തെരുവോരങ്ങൾ ചിലപ്പോ ബെൽറ്റ് കിട്ടേണ്ടി വരും. ആ അവസ്ഥ പോലും എത്തി എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഇവർക്ക് പരാജയമാണ്. എല്ലാ മേഖലകളിലും പരാജയമാണ്. അപ്പൊ ഇവർക്ക് കരുതി എങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഏക സിവിൽ കോഡ് പ്രശ്നവും പൊക്കിയെടുത്തോണ്ട് വരാം, ഏക സിവിൽ കോഡ് വിവാദവും പൊക്കിയെടുത്തുകൊണ്ടുവരാം. നാം വ്യക്തമായി അറിയണം, ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് മുസ്ലിമുകൾക്ക് മാത്രമല്ല ഒരു വ്യക്തി നിയമമുള്ളത്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ വ്യക്തി നിയമങ്ങളുണ്ട്. എല്ലാവർക്കും സിവിൽ നിയമങ്ങളുണ്ട്. ഹിന്ദു കോഡ് ആക്ട് ഉണ്ട് ഇവിടെ, ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക നിയമമുണ്ട്, ദലിതന്മാർക്ക് പ്രത്യേക നിയമമുണ്ട്, സിഖുകാർക്ക് പ്രത്യേക നിയമമുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ത്തിൽ ഏകത്വം എന്ന അതിമഹത്തായ മൂല്യങ്ങൾ തകർക്കാൻ വേണ്ടി, അതിലൂടെ ഏതോ ചില വർഗീയ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയും പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങളെ, ആ ഭരണപരാജയങ്ങളെ ലോകത്തിന്റെ മുന്നിൽ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടും മാത്രമാ ഇപ്രകാരം ഏക സിവിൽ കോഡ് വിവാദവുമായി ഇവർ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഏക സിവിൽ കോഡ് വിവാദവുമായി വന്നിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 937 കാലഘട്ടത്തിൽ മുസ്ലിമുകൾക്ക് പ്രത്യേക സിവിൽ നിയമങ്ങൾ ഉണ്ടായി, മുസ്ലിം പേഴ്സണൽ ലോ കിട്ടി. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടേതായ പേഴ്സണൽ ലോ ഉണ്ട്. വ്യക്തമായി നാം അറിയണം, ഹിന്ദു കോഡ് ആക്ട് നിലവിൽ വന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ചേർത്തിരുന്ന സിഖുകാരെ ചേർത്തിരുന്നു. അവർ പറഞ്ഞു പറ്റില്ല, ഈ നിയമം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, കാരണം ഞങ്ങളുടെ മതത്തിന്റെ നിയമം വേറെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ നിയമം വേണം. പിന്നെ അവർക്ക് പ്രത്യേക നിയമം കൊടുത്തു. ഉടൻ തന്നെ ദലിതന്മാര് വന്നു, ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേറെ നിയമം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കും വേറെ നിയമം കൊടുത്തു. അതുപോലെ തന്നെ ഹരിജന്മാര് വന്നു, ഞങ്ങൾക്ക് വേറെ നിയമം വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ നാം അറിയണം, ഹിന്ദു കോഡ് ആക്ട് വന്നപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ പോലും അത് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. തമിഴ്നാട്ടിൽ പോലും ഹിന്ദു സഹോദരങ്ങൾക്ക് പ്രത്യേക നിയമമാണുള്ളത്, ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു നിയമം ഈ നാട്ടിൽ വന്നാൽ ഈ നാട് തകരുമെന്നുള്ളത് ഉറപ്പാട്. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർന്നു പോകും, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഈ നിയമങ്ങളൊക്കെ മാറ്റി ഏത് നിയമമാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്? എന്ത് നിയമമാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്? അതുകൊണ്ട് നാം ഓരോരുത്തരും വ്യക്തമായി അറിയണം, ഇതൊരു കള്ളക്കളിയാ. ഭരണപരാജയങ്ങളെ ലോകത്തിന്റെ മുന്നിൽ മറച്ചു പിടിക്കുവാനും വർഗീയതയിലൂടെ മാത്രം നാളുന്നവരെ വളർന്ന ചരിത്ര പാരമ്പര്യമുള്ള സംഘപരിവാറിന് ഇനിയും പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഒരു കള്ളക്കളി ഇവിടെ തുടർന്നേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇസ്ലാമിക ശരീഅത്ത് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നില്ല എന്ന്. വ്യക്തമായി നമ്മൾ പഠിക്കണം, ശരീഅത്ത് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ടോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതരെ, നബിയേ, എനിക്ക് ലോകത്തെ ഏറ്റവും കടമകടപ്പാടുകളുള്ളതാരോടാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മുക്ക, പൊന്നുമോനെ, നിന്റെ ഉമ്മയോടാ. വീണ്ടും ചോദിക്കുന്നു, സുമ്മമൻ, രണ്ടാമതാരോടാണ് നബിയേ? അപ്പോഴും പറഞ്ഞു, ഉമ്മുക്ക, മോനെ, രണ്ടാമതും നിന്റെ ഉമ്മയോടാ. വീണ്ടും മൂന്നാമത്തെ ചോദ്യം, സുമ്മമൻ, മൂന്നാമതാരോടാണ് നബിയേ? അപ്പോഴും പറഞ്ഞു, ഉമ്മുക്ക, മൂന്നാമതും നിന്റെ ഉമ്മയോടാ. വീണ്ടും ചോദിക്കുന്നു, സുമ്മമൻ, നാലാമതാരോടാണ് നബിയേ? ഹബീബായ റസൂല് പറഞ്ഞു, അബൂക്ക, പൊന്നുമോനെ, നിന്റെ ഉപ്പയോടാ. ഒന്നാം
ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഉമ്മയ്ക്ക് സ്ഥാനം കൊടുത്തു, നാലാമത് ഉപ്പയ്ക്ക് സ്ഥാനം കൊടുത്ത ഇസ്ലാം. ഒരു പുരുഷനേക്കാൾ 3 ഇരട്ടി സ്ഥാനം പെണ്ണിന് കൊടുത്ത ഇസ്ലാം, ഉപ്പയേക്കാൾ 3 ഇരട്ടി സ്ഥാനം ഉമ്മയ്ക്ക് കൊടുത്ത ഇസ്ലാം, ഒരാണിനേക്കാൾ 3 ഇരട്ടി സ്ഥാനം പെണ്ണിന് കൊടുത്ത ഇസ്ലാം. ഈ ഇസ്ലാമാണോ പെണ്ണിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്? ഈ ഇസ്ലാമാണോ പെണ്ണിന് മഹത്വം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറഞ്ഞില്ലേ, അദ്ദുനിയാ കുല്ലുഹാ മതാ വ ഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹാ. ലോകം മുഴുവനും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്, ലോകം മുഴുവനും മധുരമേറിയ മഹത്വമേറിയ വസ്തുക്കളാണ്. വ ഖൈറു മതാഇദ് ദുനിയാ, അങ്ങനെ ദുനിയാവിലെ സുഖഭോഗ വസ്തുക്കളില് ഏറ്റവും മധുരമുള്ളത്, ഏറ്റവും മഹത്വമുള്ളത് അൽ മർഅതു സ്വാലിഹാ, അതൊരു സദ്വൃത്തയായ പെണ്ണാട്, അതൊരു സദ്വൃത്തയായ പെണ്ണാട്, അതൊരു സദ്വൃത്തയായ പെണ്ണാട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണേ, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് പെണ്ണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം പെണ്ണിനൊരു സ്ഥാനം കൊടുക്കുന്നില്ല. ഇസ്ലാമിന്റെ ABCD എങ്കിലും അവർക്കൊക്കെ അറിയില്ല. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞു, അതൊന്നും ഇവര് കണ്ടില്ല. ഇവരാകെ ഒരു മുത്തലാഖ് മാത്രമാണ് കണ്ടേ, ആകെ അത് മാത്രമേ കിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇത് നിങ്ങൾ കണ്ടില്ല? ഇസ്ലാം പെണ്ണിനാണ് ലോകത്തെ ഏറ്റവും വില കൊടുത്തത്, ലോകത്തെ ഏറ്റവും വില ഉയർന്നത് പെണ്ണാണ്. ആ വില ഉയർന്ന പെണ്ണിന്റെ സംരക്ഷണ ഉത്തരവാദിത്തമുള്ളവൻ പുരുഷനാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പെണ്ണിന്റെ സെക്യൂരിറ്റിയാണ് പുരുഷൻ, പെണ്ണിന്റെ സെക്യൂരിറ്റിയാണ് പുരുഷൻ. തിരിച്ചറിയണം നമ്മൾ, ഒരു പുരുഷനേക്കാൾ 3 ഇരട്ടി സ്ഥാനം പെണ്ണിനുണ്ട്. 1-ാം സ്ഥാനം ഉമ്മയ്ക്ക്, 2-ാം സ്ഥാനം ഉമ്മക്ക്, 4-ാം സ്ഥാനം ഉമ്മയ്ക്ക്, 3-ാം സ്ഥാനം ഉമ്മയ്ക്ക്, പ്രോത്സാഹന സമ്മാനം ഉപ്പയ്ക്ക്. ഒരു ആണിനേക്കാൾ 3 ഇരട്ടി സ്ഥാനമുണ്ട് പെണ്ണിന്. ഈ ഇസ്ലാമാണ് പെണ്ണിനൊരു സ്ഥാനവും കൊടുത്തില്ല, അത്രയല്ലേ? ചിന്തിച്ചോക്കെ. ഇസ്ലാമിക ശരീഅത്ത്, എന്റെ നിയമങ്ങൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന അമുസ്ലിമുകൾ ഉണ്ടെങ്കിൽ മുസ്ലിമുകൾ ഇത് അറിയണം. കാരണം 50,000 ഒപ്പുമായിട്ട് അപ്പൊ സംഘപരിവാർ വന്നേക്കുന്ന ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം. 50,000 ഒപ്പ്. ഈ ഒപ്പിട്ട് കൊടുത്ത മുസ്ലിം പെണ്ണുങ്ങളാണ് അത്രേ. നിങ്ങൾ എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തത് എന്ന് അന്വേഷിച്ച് അവർക്കിടയിലേക്ക് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രവർത്തകന്മാർ കടന്നു ചെന്നു. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തത്? അപ്പോഴാ പെണ്ണുങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലൊരു ഫോമുമായിട്ട് കുറെ ചേട്ടന്മാരും, എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളെ കൂടാതെ 3 ഭാര്യമാരെ കൂടി വിവാഹം കഴിക്കുന്നത് ഇഷ്ടമാണോ? നിങ്ങളെ കൂടാതെ 3 പെണ്ണുങ്ങളെ കൂടി കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാണോ? ആകാശം ഇടിഞ്ഞു വീണാലും ഞങ്ങൾ സഹിക്കും, ഇത് മാത്രം സഹിക്കില്ല. എങ്കിൽ നിങ്ങൾ ഈ ഫോമിലൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. 2, നിങ്ങളുടെ ഭർത്താവ് ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് 3 തൊലാഖും ചൊല്ലി നിങ്ങളെ ഒഴിവാക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ലോ ഞങ്ങൾക്കത് ഇഷ്ടമല്ല, എങ്കിലും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം, എഴുതി ഒപ്പിടാൻ പറഞ്ഞു. പാവങ്ങൾ ഒന്നും അറിയില്ല, ഗല്ലികളില് തെരുവുകളിൽ ജീവിക്കുന്നവർ ആ പാവങ്ങൾ ഒപ്പിട്ട അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു. പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച ആ 50,000 ഒപ്പുമായിട്ട് വന്നേക്ക് അപ്പൊ സംഘപരിവാരം മുസ്ലിം പെണ്ണുങ്ങളുടെ ഒപ്പാണ് അത്ര. അതുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ അറിയണം എന്താ ശരീഅത്ത്. ശരീഅത്ത് പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം എന്താ? ഇസ്ലാമിക ശരീഅത്തിൽ പുരുഷനും സ്ത്രീക്കും വെവ്വേറെ നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. എന്നാൽ അവിടെ സ്ഥാനം കൊടുത്തുകൊണ്ട് നിയമം പാസാക്കിയത് ആർക്കാണ്? ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പഠിക്കുവിൻ. ഒരു പെണ്ണിന്റെ മനോദൗർബല്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശരീഅത്ത് പെണ്ണിന് നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വിഷയത്തിൽ സാക്ഷി പറയേണ്ടെന്ന അവസ്ഥ വരുമ്പോൾ ഒരു പെണ്ണാണ് എങ്കിൽ അവിടെ 2 പെണ്ണുങ്ങൾ സാക്ഷി പറഞ്ഞാലേ സ്വീകരിക്കുകയുള്ളൂ. പുരുഷനാണെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മതി. നമുക്കും തോന്നും ഇത് അനീതിയല്ലേ? ആണുങ്ങളാണെങ്കിൽ ഒരാള് സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കാം, പെണ്ണുങ്ങളാണെങ്കിൽ 2 പേര് പറഞ്ഞാലേ സ്വീകരിക്കുള്ളൂ. അപ്പൊ എന്താ പെണ്ണിനൊരു വിലയും കൊടുക്കാത്തത് കൊണ്ടാണോ? ചോദ്യം ഉണ്ടാവും. നമ്മൾ ചിന്തിച്ചു നോക്കേ. ഇപ്പൊ ഇവിടെ ഒരു കൊലപാതകം നടന്നു, ഒരു പെണ്ണ് മാത്രമാണ് അത് കണ്ടത്. നാളെ കോടതിയിൽ വന്ന് സാക്ഷി പറയേണ്ടത് അവളാ. നമ്മൾ ചിന്തിക്കണം, ഈ പെണ്ണ് അനുഭവിക്കുന്ന ടെൻഷൻ.
എത്രത്തോളം മാനസികമായ സമ്മർദ്ദം ഇവൾ അനുഭവിക്കും. ഇവക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇവൾക്ക് ഉണ്ണാൻ പറ്റുമോ? അത് താങ്ങാൻ പറ്റുമോ? കണ്ടത് മാത്രമല്ല, ഞാൻ പോയി സാക്ഷി പറയണ്ടേ പടച്ചോനെ? ഇവളുടെ മാനസിക സമ്മർദ്ദം. പെണ്ണുങ്ങൾക്ക് ബുദ്ധിക്ക് ശക്തിയില്ല, അവർക്ക് ആണുങ്ങളെക്കാൾ കുറവാണ്, മനസ്സിന് കട്ടി കുറവാണ്, ഹൃദയത്തിന് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഈ പെണ്ണ് ഒറ്റയ്ക്ക് ഇത് അനുഭവിക്കണം. ഇസ്ലാം പറഞ്ഞു, പെണ്ണെ നീ ഒറ്റയ്ക്കാണെങ്കിൽ നീ സാക്ഷി പറയണ്ട, നിനക്കത് താങ്ങാൻ പറ്റൂല. നിന്റെ കൂടെ നിന്റെ ഈ വിഷമങ്ങളൊക്കെ ഒരേപോലെ പങ്കിട്ടെടുക്കാൻ മറ്റൊരുത്തി കൂടി നിന്റെ കൂടെ ഉണ്ട് എങ്കിൽ, ഇതിന് സാക്ഷിയായ വേറൊരു പെണ്ണുകൂടി ഉണ്ട്. അതുകൊണ്ട് ഈ വിഷമങ്ങളൊക്കെ പങ്കിട്ടെടുക്കാം, സമാധാനിപ്പിക്കാൻ ഒരാളുണ്ട്, ശക്തി പകരാൻ ഒരാളുണ്ട് എങ്കിൽ സാക്ഷി പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോയി സാക്ഷി പറയണ്ട. ഇത് പെണ്ണിനുള്ള നിയമം. ആണുങ്ങളാണെങ്കിലോ അവ ഒറ്റയ്ക്ക് പൊക്കോണം, എന്തുണ്ടേലും സഹിച്ചോണം, എന്തു വന്നാലും അവൻ താങ്ങിക്കോണം. കാരണം അത് താങ്ങാനും സഹിക്കാനുള്ള കെൽപ്പ് പടച്ചോൻ അവന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചേ, എവിടെ സ്ത്രീക്കാണോ പുരുഷനാണോ ഇസ്ലാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്? ഒരു പെണ്ണിന്റെ മനസ്സിന്റെ ദൗർബല്യത പോലും മുന്നിൽ വെച്ച് ഇസ്ലാമിക ശരീഅത്ത് നിയമം വെക്കുമ്പോൾ ആ ശരീഅത്തിനെ പറ്റി ഒരു കണിക പോലും അറിയാതെ മുത്തലാഖും പിടിച്ചുകൊണ്ട് ചിലർ രംഗത്ത് വരുമ്പോൾ സത്യാവസ്ഥ എന്ത് എന്ന തിരിച്ചറിവെന്റെ സഹോദരങ്ങൾക്കുണ്ടാകട്ടെ. ഇസ്ലാമിക ശരീഅത്ത് വെച്ചിരിക്കുന്നതായ സാമ്പത്തിക നിയമങ്ങൾ നമുക്ക് എടുക്കാം. ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഒരു പുരുഷന് കൊടുക്കുന്നതിന്റെ പകുതി സ്വത്താണ് സ്ത്രീക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും അതും അനീതിയല്ലേ? ഒരു ഉപ്പ മരണപ്പെട്ടു പോയി, ഉപ്പാന്റെ സ്വത്ത് 3ആയി വീതിച്ചു, അതിൽ 2 ഭാഗം മകന് കൊടുത്തു, 1 മാത്രമാണ് മകക്ക് കൊടുത്ത്. ഇത് അനീതിയല്ലേ? ഒരു ഉപ്പാന്റെ മക്കളല്ലേ ഇവര്? അവിടെ ചർച്ച ചെയ്ത് തീരുമ്പോഴാ പ്രശ്നം വന്നത്. ബാക്കി കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യണം. മകന് 2 ഭാഗം കിട്ടി, മകൾക്ക് 1 ഭാഗം കിട്ടി. ഇവർക്ക് 2 പേർക്കും വിവാഹമായി, അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. 2 പേർക്കും 3 മക്കൾ വീതമുണ്ട്. പിതാവിന്റെ ഭാഗത്ത് നിന്ന് സമ്പത്തിന്റെ 2 ഭാഗവുമായി പോയ ആ മകൻ അവന്റെ ഭാര്യയ്ക്ക് ഈ സമ്പത്തിന് അവൻ ചെലവിന് കൊടുക്കണം. 3 മക്കൾക്കും ചെലവിന് കൊടുക്കണം. സമ്പത്ത് പോരാതെ വന്ന ഇവൻ പോയി കൂലിപ്പണി ചെയ്യണം, ഇവൻ പോയി കല്ല് ചുമക്കണം, ഇവൻ പോയി പറമ്പ് ഇറക്കണം. എന്നിട്ട് ഇവന്റെ കുടുംബത്തിന് മുഴുവൻ ഇവൻ ചെലവിന് കൊടുക്കണം. എന്നാൽ തന്റെ പിതാവിന്റെ സമ്പത്തിൽ നിന്ന് 1 ഭാഗവുമായിട്ട് പോയ പെണ്ണുണ്ടല്ലോ, അവളുടെ ഭർത്താവിന് അവള് ചെലവിന് കൊടുക്കണ്ട, മക്കൾക്ക് അവള് ചെലവിന് കൊടുക്കണ്ട, ഒരാൾക്കും അവള് ചെലവിന് കൊടുക്കണ്ട. അവളുടെ ഇഷ്ടം പോലെ അത് ചെലവഴിക്കാം, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, അവക്കെടുക്കാം, എന്ത് വേണേലും ചെയ്യാം. എന്ന് മാത്രമല്ല, ഉപ്പാടെ സമ്പത്തിൽ നിന്നും കിട്ടിയൊന്ന്, ഭർത്താവിന്റെ നിന്ന് കിട്ടുമെന്ന്, സഹോദരന്റെ നിന്ന് കിട്ടുമെന്ന്, മകന്റെ നിന്ന് കിട്ടുമെന്ന്. ഇതൊക്കെ ആ പെണ്ണിനുള്ളതാ, ഇതൊക്കെ ആ പെണ്ണിനുള്ളതാ. നമ്മൾ ചിന്തിച്ചേ, ഈ ശരീഅത്താണോ പെണ്ണിന് സ്ഥാനം കൊടുത്തില്ല എന്ന് പറയുന്നത്? ഒരു പെണ്ണിന്റെ ശാരീരിക ദൗർബല്യതകൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇസ്ലാമിന്റെ നിയമങ്ങളുള്ളത്. നാം ഒന്ന് ചിന്തിക്കണം. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ പ്രായപൂർത്തിയുള്ള, ബുദ്ധിയുള്ള, ശുദ്ധിയുള്ള, വിവേകമുള്ള, വിവരമുള്ള, ബോധമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നിർബന്ധമാണ്. ബാങ്ക് വിളി കേൾക്കുന്നു, ബോധമുണ്ട്, വിവരമുണ്ട്, നിസ്കാരം നിർബന്ധമാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കണം. നിൽക്കാൻ പറ്റുന്നില്ലയോ? ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. കിടക്കുമ്പോ തന്നെ കൈകാലുകൾ അനക്കാൻ പറ്റുന്നില്ലയോ? കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. കണ്ണുപോലെ മനങ്ങില്ലയോ? ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. തളർന്ന് അനങ്ങാൻ പറ്റാതെ കിടക്കുമ്പോ പോലും ഒരു പുരുഷന്റെ മേലുള്ള ഇസ്ലാമിന്റെ നിയമമാണ്. നിസ്സാരമല്ല ഒരു പുരുഷന്റെ മേലുള്ള ഇസ്ലാമിന്റെ നിയമം. എന്നാൽ ഒരു പെണ്ണാണെങ്കിലോ, പ്രായപൂർത്തിയായി, ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, ബോധമുണ്ട്, ബാങ്ക് വിളി കേൾക്കുന്നുണ്ട്. ഇസ്ലാം പറയുന്നു, പെണ്ണെ, നിന്റെ ശാരീരിക അവസ്ഥ പുരുഷനെ പോലെയല്ല. അതുകൊണ്ട് 1 മാസം 15 ദിവസം വരെ പെണ്ണിന് നിസ്കാരം നിർബന്ധമല്ല. അവളുടെ ശാരീരിക അവസ്ഥ വെച്ച് മെൻസസ് പീരീഡിൽ, ആർത്തവ കാലഘട്ടത്തിൽ 1 മാസം 15 ദിവസം വരെ പെണ്ണ് നിസ്കരിക്കണ്ട. ഇനി കാലൊടിഞ്ഞ് കിടക്കുന്നു പറഞ്ഞാലും ആണ് നിസ്കരിക്കണം. നമ്മൾ ചിന്തിച്ചേ, ഈ ഇസ്ലാമാണോ പെണ്ണിനൊരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്?
ഈ ഇസ്ലാമാണോ പെണ്ണിനൊരു മഹത്വവും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഗൗരവമായി തിരിച്ചറിയേണ്ടുന്നതുണ്ട്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, പുണ്യ ശരീഅത്ത്, ആ ശരീഅത്തിന് നാടുന്ന വരെയുള്ള ചരിത്രങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് മുഴുവനും ശരീഅത്ത് ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് ഭരണാധികാരികളുടെ മുന്നിൽ നിന്നല്ലേ? ബഹുമാന്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം മുതൽ നമ്മൾ നോക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തിന് നേരിടേണ്ടി വന്നത്. ഹൂദ് നബിയുടെ കാലത്ത്, നോഹ് നബിയുടെ കാലത്ത്, മൂസാ നബിയുടെ കാലത്ത് ഫറോവ എന്ന അർഹതയില്ലാത്ത അധികാരം കയ്യിൽ വെച്ച ഒരു ഭരണകൂട ഭീകരവാദിയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷ വർഗീയ സമുദായവുമായിരുന്നു ഇസ്ലാമിക ശരീഅത്തിനെതിരെ പ്രവർത്തിച്ചത് എങ്കിൽ അവർ കലാപങ്ങൾ നടത്തി നോക്കി, മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കി. എന്നിട്ടും ഈ ശരീഅത്തിനെ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തില് നമ്രൂദ് എന്ന ഭരണകൂട ഭീകരവാദി വന്നു. അവനോടൊപ്പം കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഇസ്ലാമിക ശരീഅത്തിനെ നശിപ്പിക്കാൻ നോക്കി. പക്ഷേ ആ ഇസ്ലാമിക ശരീഅത്തിനെ തകർക്കാൻ കളഞ്ഞില്ല. നാളിന്ന് വരെയുമുള്ള ചരിത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അവസാനം മഹാനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിമോചനത്തിന്റെ വിളിയാളനായി വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളുമായി മക്കയിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ ഹബീബായ റസൂലിനെതിരെ ശബ്ദമുയർത്തിയത് അബൂജഹലും അബൂലഹബും ഉത്ബത്തും ശൈബത്തും ഉമയ്യത്തും അടക്കമുള്ള അന്നത്തെ ഏറ്റവും വലിയ വർഗീയ പരിവാരങ്ങളായിരുന്നു എങ്കിൽ ആ ശരീഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ ജീവൻ മരണ പോരാട്ടം നടത്തിയെങ്കിൽ ആ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മക്കയുടെ തെരുവോരങ്ങളിൽ കഅബാലയത്തിന്റെ ചാരത്ത് പരിപൂർണ്ണ നഗ്നനാക്കപ്പെട്ട് ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു കെട്ടപ്പെട്ട് മാറിടത്തേക്ക് കരിങ്കല്ല് കയറ്റി വെച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശരീഅത്തിനെ ഉപേക്ഷിക്കണം ബിലാലെ എന്ന് പറഞ്ഞ് മാറി മാറി നിന്ന് വർഗീയ പരിവാരങ്ങൾ ചാട്ടുവാറുകൾ കൊണ്ടടിക്കുമ്പോഴും ഈ ശരീഅത്തിനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ബഹുമാനനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മിലേക്ക് കടന്നു വരട്ടെ. ബഹുമാനനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ശരീഅത്തിനെ ഏറ്റെടുത്തതിന്റെ പേരിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് മഹാനുഭാവന ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ ഉടമ എന്ന് പറഞ്ഞ ഒരു വർഗീയ കുടുംബത്തിൽപ്പെട്ട പെണ്ണ് അദ്ദേഹത്തെ ആ തീയിലൂടെ വലിച്ചടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് നിന്ന് മാംസം മുഴുവൻ ഉരുകിയിട്ട് എള്ളു പുറത്തേക്ക് വന്നു എങ്കിൽ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഈ ശരീഅത്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. ബഹുമാനയായ ഷഹീദ സുമയ്യ റളിയല്ലാഹു അൻഹ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അവസാനം തെരുവോരത്ത് വെച്ച് പരിപൂർണ്ണ നഗ്നയാക്കപ്പെട്ട് രണ്ട് വശത്തേക്കും കാലു വലിച്ചു കീറിയിട്ട് ഗുഹ്യഭാഗത്തേക്ക് ഇരുമ്പ് കുന്തം കുത്തിയിറക്കി കൊലപ്പെടുത്തുമ്പോഴും ശരീഅത്തിനെ നശിപ്പിക്കാൻ, ശരീഅത്തിനെ വലിച്ചെറിയാൻ സുമയ്യ റളിയല്ലാഹു അൻഹ തയ്യാറായില്ല. ബഹുമാനനായ യാസിർ റളിയല്ലാഹു അൻഹുവിനെ വേഗത്തിൽ ഓടുന്ന കുതിരയുടെ കാലുകളിൽ ശരീരം കെട്ടിയിട്ട് ചുട്ടുപെടുത്ത് കിടക്കുന്നതായ മരുമണ്ണിലൂടെ, കരിമ്പാറ കഷണങ്ങളിലൂടെ, മുൾച്ചെടികളിലൂടെ മഹാനുഭാവനെ വലിച്ചെറിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ശരീരം കല്ലുകളിലും മുള്ളുകളിലും തട്ടിയിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ ചിന്നിച്ചു തെറുമ്പോഴും, കണ്ണുകൾ ചിന്നിച്ചു തെറുമ്പോഴും, തലച്ചോറ് ചിന്നിച്ചു തെറുമ്പോഴും, അതിക്രൂരമായി കൊല്ലപ്പെടുമ്പോഴും ബഹുമാനനായ യാസിർ റളിയല്ലാഹു അൻഹു ഈ ശരീഅത്തിനെ വലിച്ചെറിയാൻ തയ്യാറായില്ല. ബഹുമാനനായ അമ്മാർ റളിയല്ലാഹു അൻഹു പിഞ്ചു കുഞ്ഞായിരിക്കുമ്പോൾ പോലും മുസ്ലിമായി എന്നതിന്റെ പേരിൽ ത്യാഗങ്ങൾ അനുഭവിച്ചെങ്കിൽ ആ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വളർന്നു വലുതായി അവസാനം 95-ാമത്തെ വയസ്സിൽ, ഓർക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 95-ാമത്തെ വയസ്സിലും ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോർക്കളത്തിലേക്ക് പോകാൻ ബഹുമാനനായ അമ്മാർ റളിയല്ലാഹു അൻഹു തയ്യാറായെങ്കിൽ ഈ മഹത്തുക്കളുടെ പിൻഗാമികളാണ് ഞാൻ, ഈ മഹത്തുക്കളുടെ അനന്തരാവകാശികളാണ് നാം. നമ്മുടെ മുൻഗാമികൾ ത്യാഗങ്ങൾ അനുഭവിച്ചത് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ, നമ്മുടെ മുൻഗാമികൾ പീഡനങ്ങൾ അനുഭവിച്ചത് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ, എന്ത് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, എന്ത് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും പടച്ച തമ്പുരാൻ നമുക്ക് കരുഞ്ഞരുളിയ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, ഈ ശരീഅത്തിനെ ഏതെങ്കിലും വർഗീയ ഭരണകൂട ഭീകരവാദികളുടെ മുന്നിൽ തകർത്തെറിയാൻ ഇൻഷാ അല്ലാഹ് നാം തയ്യാറല്ല, നാം തയ്യാറല്ല, നാം തയ്യാറല്ല.
തയ്യാറല്ല എന്ന് ഈ ഭരണകൂട ഭീകരവാദികളുടെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. മഹത്തുക്കൾ ത്യാഗങ്ങൾ അനുഭവിച്ചത് അതിനു വേണ്ടിയിട്ടാ, അവർ പീഡനങ്ങൾ അനുഭവിച്ചത് അതിനു വേണ്ടിയിട്ടാ. ഇവിടെ ബദർ നടന്നത് എന്തിനു വേണ്ടിയിട്ടാ, ഉഹദ് നടന്നത് എന്തിനു വേണ്ടിയിട്ടാ, ഖന്തക്ക് നടന്നത് എന്തിനു വേണ്ടിയിട്ടാ. പ്രിയപ്പെട്ട സഹാബാക്കൾ പട്ടിണിയുള്ള വയറുമായി വയറ്റിൽ കല്ല് കെട്ടിവെച്ചിട്ട് വലിയ വലിയ പാറക്കഷണങ്ങൾ പൊട്ടിക്കുമ്പോൾ അനുയായികൾ ഒരു കല്ലാണ് കെട്ടിവെച്ചത് എങ്കിൽ വിശപ്പ് കൊണ്ട് നിൽക്കാൻ പറ്റാതെ പ്രിയപ്പെട്ട പ്രവാചകർ 2 കല്ലുകൾ കെട്ടിവെച്ചിട്ടാണ് പാറക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞത് എങ്കിൽ അത് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ സഹാബാക്കൾ നൂറുകണക്കിന് രക്തസാക്ഷിത്വം വഹിച്ചത് അത് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വിശുദ്ധ റമദാനിലെ 17-ാം രാവിലെ വിശന്നെത്തിയ വയറുമായി ആയുധങ്ങളില്ലാതെ, കാലാൾപ്പടകളില്ലാതെ, അശ്വരോധന്മാരില്ലാതെ, പടച്ചട്ടകളില്ലാതെ, പരിചകളില്ലാതെ, കുന്തങ്ങളില്ലാതെ, വാളുകളില്ലാതെ 313ഓളം വരുന്ന സത്യസഹാബാക്കൾ, അതേ ഒരു ന്യൂനപക്ഷ വിശ്വാസ സമൂഹം ഭൂരിപക്ഷ വർഗീയ കങ്കാണിമാർക്കെതിരെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പടപ്പുറപ്പാട് നടത്തിയത് ഈ ശരീഅത്തിന്റെ സംരക്ഷണത്തിനാണ് എങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന, എന്നെ ശ്രമിക്കുന്ന വിശ്വാസ സമൂഹത്തോട് ആർജവത്തോടു കൂടി പറയട്ടെ, ബദർ നടന്നത് ശരീഅത്തിന്റെ സംരക്ഷണത്തിന്, ഉഹദ് നടന്നത് ശരീഅത്തിന്റെ സംരക്ഷണത്തിന്, ഖന്തക്കും ഖൈബറും നടന്നത് ശരീഅത്തിന്റെ സംരക്ഷണത്തിന്. അങ്ങനെ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ചുണ്ടടിക്കപ്പെട്ട ആ ശരീഅത്തിന് നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഈ ശരീഅത്തിനെ നശിപ്പിക്കാൻ വീണ്ടും വർഗീയതയുടെ ശക്തികളുടെ കാലാൾപ്പടകൾ രൂപം കൊള്ളുമ്പോൾ അവരത്ര ഭൂരിപക്ഷമാകട്ടെ, അവരായുധങ്ങളുള്ളവരാകട്ടെ, അവരധികാരമുള്ളവരാകട്ടെ, ഇൻഷാ അല്ലാഹ് ഇനിയും ഈ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ഒരു ബദറിന് തയ്യാറാകാൻ, വേണ്ടി വന്നാൽ ഒരു ഉഹദിന് തയ്യാറാകാൻ വിശ്വാസ സമൂഹം തയ്യാറാണ് എന്ന് വർഗീയതയുടെ ശക്തികളുടെ മുന്നിൽ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ. സഹാബാക്കൾ ത്യാഗങ്ങൾ അനുഭവിച്ചതിനാൽ ഒരുപാട് ഭയപ്പെടുത്തപ്പെട്ടു അവരോട്. ഇനി നമ്മളോട് പറയും വേണ്ട, ശബ്ദിക്കണ്ട, ഒന്നും മിണ്ടണ്ട, എന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ. അങ്ങനെ പറയാറുണ്ട്. എന്താ ഇപ്പോ TV ചാനലുകളില് ഏക സിവിൽ കോഡ് വിവാദത്തെ പറ്റി ചർച്ച നടക്കും. അപ്പൊ ഇങ്ങനെ മുസ്ലിം ബുദ്ധിജീവികളെന്നും പറഞ്ഞുകൊണ്ട് കുറെ കുബുദ്ധികളെ കൊണ്ട് അവിടെ ഇരുത്തി. മുസ്ലിം ബുദ്ധിജീവികളാണെന്നത്ര, വേറെ ആരെ അവർക്ക് കിട്ടിയിട്ടില്ല. മുസ്ലിം ബുദ്ധിജീവികൾ കുറെ ബുദ്ധികളെ കൊണ്ടിരിക്കും. അവനൊക്കെ വായി വരുന്നത് ഇങ്ങനെ പറയും, വായി വരുന്നതൊക്കെ ഇങ്ങനെ പറയും. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പലരും പറയും, പല കാര്യങ്ങളും ഇവിടെ പറയും. എതിർക്കണ്ടെന്ന് പറയും, പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. പ്രിയപ്പെട്ട സഹാബാക്കളുടെ മുന്നിൽ അവർ ബദറിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ, ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ബദറിലേക്ക് അവർ പടപ്പുറപ്പാട് നടത്തുമ്പോൾ ആ സഹാബാക്കൾ അവരുടെ കയ്യിൽ പിടിച്ചിരുന്ന തുരുമ്പടിച്ച വാളുകളുണ്ടല്ലോ, ആ വാളുകൾക്കൊരു പിടിയില്ലാത്തതിന്റെ പേരിൽ ഉടുമുണ്ട് കീറിയെടുത്തിട്ട് അത് ചുറ്റിയിട്ട അവരെ കയ്യിൽ പിടിച്ചിരുന്നത്. ആ തുരുമ്പെടുത്ത പകുതി ഒടിഞ്ഞ വാളുകളുമായിട്ടാണ് സഹാബാക്കൾ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോയത് എങ്കിൽ കയ്യിൽ കിട്ടുന്നത് ഒരു തുരുമ്പാണെങ്കിൽ പോലും ആ തുരുമ്പ് കൊണ്ട് ശരീഅത്തിന് വേണ്ടി പ്രതിരോധ പോരാട്ടം നടത്താൻ പോയ നമ്മുടെ മുൻഗാമികളുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ അനർഘ ചരിത്ര നിമിഷങ്ങൾ, മുഹൂർത്തങ്ങൾ നാം ഒരിക്കലും വിസ്മരിച്ചു കളയരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്തിനോട് അന്ന് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നൻ നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും. ആളുകളെ, നിങ്ങൾ പോകരുത്. ഏത് ശരീഅത്തിന് വേണ്ടിയാ നിങ്ങൾ പോകുന്നത്? നിങ്ങൾ ന്യൂനപക്ഷമാണ്, നിങ്ങൾക്ക് അധികാരമില്ല, നിങ്ങൾക്ക് ആൾഫലമില്ല, നിങ്ങൾക്ക് പിന്തുണയില്ല, നിങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങൾക്ക് സ്രോതസ്സില്ല, നിങ്ങൾക്ക് ആർജവമില്ല. അതുകൊണ്ട് വേണ്ട. ഇന്നൻ നാസ ഖദ് ജമഊ ലക്കും, നിങ്ങളെ മുഴുവനും തകർത്തെറിയാൻ, നിങ്ങളെ മുഴുവനും പൂട്ടിക്കളയാൻ, നിങ്ങളെ മുഴുവനുമായും ഇല്ലായ്മ ചെയ്യാൻ ഒരു വലിയ ശക്തി അവിടെയുണ്ട്. അവരുടെ കയ്യിൽ അധികാരമുണ്ട്, അവരുടെ കയ്യിൽ ആൾഫലമുണ്ട്, അവരുടെ കയ്യിൽ ഭൂരിപക്ഷമുണ്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അവരുടെ മുന്നിൽ സർവ്വ സൗകര്യങ്ങളുമുണ്ട്. അവരുടെ മുന്നിലേക്ക് നിങ്ങൾ പോകരുത്. അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിച്ച് നിങ്ങൾ
പിന്മാറണം, അവരെ പേടിച്ച് നിങ്ങൾ പിന്മാറണം എന്ന് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പടപ്പുറപ്പാട് നടത്തുന്ന ബദരീങ്ങളോട് ആരോ വന്ന് പറയുമ്പോൾ ആ ന്യൂനപക്ഷ വിശ്വാസ സമൂഹം തോറ്റ് പിന്മാറിയില്ല സഹോദരങ്ങളെ. ഖുർആൻ പറയുന്നു ഫസാദഹും ഈമാനാ. ഇത് കേൾക്കുമ്പോഴും അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അന്നവർ വിളിച്ചു പറഞ്ഞു ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. അധികാരികൾ ഞങ്ങളോടൊപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, ഭൂരിപക്ഷം ഞങ്ങളോടൊപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, അധികാരികൾ ഞങ്ങളോടൊപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, ആയുധങ്ങൾ ഞങ്ങളോടൊപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, സാമ്രാജ്യത്വം ഞങ്ങളോടൊപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. അല്ലാഹുവുണ്ട് ഞങ്ങളോടൊപ്പം, അല്ലാഹുവുണ്ട് ഞങ്ങളോടൊപ്പം, അല്ലാഹുവുണ്ട് ഞങ്ങളോടൊപ്പം. ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അല്ലാഹ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞു പോയ ബദരീങ്ങളെ പിൻപറ്റുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ത്യ രാജ്യത്ത് ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ എതിരാളികൾ ഭൂരിപക്ഷമാണ്, അവർ അധികാരികളാണ്, അവരുടെ കയ്യിൽ സർവസ്വവും ഉണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹ്, നമുക്കല്ലാഹു മതി, നമുക്കല്ലാഹു മതി, നമുക്കല്ലാഹു മതി. ഈ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചവന്റെ സഹായത്തോടെ ഇൻഷാ അല്ലാഹ് മരണം വരെയും നിയമപരമായ ജീവൻ മരണ പോരാട്ടം നടത്താം. പോരാട്ടത്തിന്റെ മാർഗത്തിൽ നമ്മൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ, അങ്ങനെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് അല്ലാഹ് ഉണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് കള്ളക്കളികൾ കളിച്ച് ഭരണപരാജയങ്ങളെ മറച്ചു പിടിക്കാൻ കുതന്ത്രങ്ങളുമായി കടന്നു വരുന്ന ഹിംസാത്മക ഹിന്ദുത്വ വർഗീയവാദികളായ സംഘപരിവാറിന്റെ വാനരപ്പടയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടവരല്ല നാം. സത്യത്തിന്റെ വക്താക്കളായി നിലനിൽക്കണം. പ്രശ്നങ്ങൾ പലത് നേരിടേണ്ടി വരും, പ്രശ്നങ്ങൾ പലത്. ഇപ്പൊ എന്താപ്പോ നിരപരാധികളൊക്കെ പിടിച്ചോണ്ട് പോവാ, നിരപരാധികളെയൊക്കെ പിടിച്ചോണ്ട് പോവാ. മുസ്ലിം വേട്ട ഒരു വലിയ പ്രശ്നമായി, ഒരു വലിയ പ്രശ്നമായി. മുസ്ലിം ചെറുപ്പക്കാരെ, നിരപരാധികളെ, പണ്ഡിതന്മാരെയൊക്കെ അത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ. ശംസുദ്ദീൻ പാലത്ത് എന്ന മനുഷ്യൻ, ആ ശംസുദ്ദീൻ പാലത്ത് എന്ന മനുഷ്യന്റെ ആശയത്തോടോ ആദർശത്തോടോ നമുക്ക് യോജിപ്പില്ല. നീ അയാള് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനോടും നമുക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു പ്രസംഗത്തിലെ കേവലം 2 വാചകങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു പരാമർശത്തിന്റെ പേരിൽ ശംസുദ്ദീൻ പാലത്തെന്ന ഞങ്ങളുടെ സഹോദരനായ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ നിന്ന് പറയാൻ എനിക്ക് യാതൊരുവിധ മടിയും വരേണ്ടതില്ല. കാരണം മുസ്ലിമുകളെ മുഴുവനും മുസ്ലിമായി തന്നെ, സഹോദരന്മാരായി തന്നെ കാണാൻ നാളിന്നവരെയും ചങ്കൂറ്റം കാണിച്ച പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എങ്കിൽ ഞങ്ങൾ പറയുന്നു ശംസുദ്ദീൻ പാലത്തെന്ന ഞങ്ങളുടെ സഹോദരന്റെ മണിക്കൂറുകളോളം നീണ്ട പ്രഭാഷണത്തിലെ 2 വാചകങ്ങൾ കൂട്ടിച്ചേർത്തൊരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല UAPA എന്ന കരിനിയമം അടിച്ചേൽപ്പിച്ച് ജീവിതം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മൾ അറിയണം, മുജാഹിദ് ബാലുശ്ശേരി എന്ന പ്രവർത്തകര്, എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്, ആ പേര് പറഞ്ഞാൽ തന്നെ ഞാൻ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, മുജാഹിദ് ബാലുശ്ശേരി എന്ന ഞങ്ങളുടെ സഹോദരൻ അമ്പലപ്പറമ്പുകളിലേക്ക് വന്ന് സൗഹാർദ്ദം പറയുമ്പോൾ, തൗഹീദ് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏതോ ചില പരാമർശങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യാനും UAPA നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും പറയട്ടെ, കേരളത്തിന്റെ യുവാക്കളുടെ മതപ്രഭാഷണ വേദികളുടെ നിറസാന്നിധ്യമായ ബഹുമാന്യനായ സിംസാറുൽ ഹഖ് ഹുദവി എന്ന പ്രഭാഷകൻ ഇസ്ലാമിക നിയമങ്ങൾ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതിനെയൊക്കെ വളച്ചൊടിച്ചിട്ട് ഓരോ കരിനിയമങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രഭാഷകന്മാരെ അറസ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ, അതിനെതിരെ പ്രതികരിക്കുന്നവരെയൊക്കെ ജയിലിലടക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ മിണ്ടാതിരിക്കുകയില്ല, ഉറപ്പായും ഞങ്ങളെ പ്രതികരിക്കും. ഞങ്ങളെയും ജയിലിലടക്കാനാണ് എങ്കിൽ ആദർശധീരതയുള്ള ഈ പോരാളി സമൂഹത്തെ നിറയ്ക്കാൻ നിങ്ങളുടെ ജയിലുകൾ മതിയാവുകയില്ല എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്.
സംഘടനാ വ്യത്യാസമില്ലാതെ മുസ്ലിമുകളെ വേട്ടയാടാനുള്ള കുൽസിത ശ്രമം. അത് ബഹുമാന്യനായ പിണറായി വിജയൻ സഖാവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരായാലും ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരായാലും ഇനി ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഇനിയും ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഈ രാജ്യത്ത് UAPA എന്ന നിയമം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഖാസ് നിയമമാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിയമം. അത് കൊള്ളാലോ. മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. നാട് മുഴുവനും വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശശികലക്കെതിരെ ഒന്നുമില്ല, തൊഗാഡിയക്കെതിരെ ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെയോ മൈക്ക് മുമ്പിൽ കിട്ടിയ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയുന്ന സാധനങ്ങളുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. ഉത്തരേന്ത്യയിൽ ഒരു പ്രാച്യ മുമ്പുണ്ട്. എന്താ തമ്പുരാനെ, മൈക്ക് മുമ്പിൽ കിട്ടിയ എന്തു പറയുമെന്ന് ആ പാവത്തിന് ഇപ്പോഴും അറിയില്ല. ഈ തലക്കോളം തട്ടിയനെയൊക്കെ വീട്ടിലിരുത്തണം, പാർലമെന്റിലല്ല കൊണ്ടിരുത്തേണ്ടത്. അതൊന്നും ഒരു പ്രശ്നമല്ല. മുസ്ലിം പ്രഭാഷകന്മാര്, പണ്ഡിതന്മാര്, പ്രവർത്തകര് അവരെയൊക്കെ ഇങ്ങനെ അകത്താക്കുക, ജീവിതം നശിപ്പിക്കുക. എന്തിനാ? ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളോട് ഉണ്ടാകാൻ പാടില്ല, സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളും ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ പറയുന്നു സത്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത്. ആ സത്യത്തിന്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് സംഘപരിവാരമായേക്കാം, അതിന്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് ഭരണപക്ഷമായേക്കാം എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല. സത്യത്തിന്റെ പക്ഷം ചേർന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ ജയിലിൽ അടയ്ക്കാനാണ് നിങ്ങളുടെ നിയമമെങ്കിൽ, നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ഈ സത്യത്തിന്റെ പോരാളി കൂട്ടത്തെ അടയ്ക്കാനുള്ള ജയിലുകൾ ഈ രാജ്യത്ത് മതിയാവുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഉമ്മത്ത് എന്തൊക്കെ സഹിക്കണം, ഇനി ഉമ്മത്ത് എന്തൊക്കെ നേരിടണം. നമ്മൾ കണ്ടു, നമ്മൾ നിശബ്ദരായിരുന്നതിന്റെ പരിണിത ഫലമാണ്. നൂറ്റാണ്ടുകൾക്ക്, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിന് വേണ്ടി ഇതിനേക്കാളേറെ ശബ്ദമുയർത്തിയ ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി എന്ന പണ്ഡിതൻ, ആ പാവം വികലാംഗനായ മനുഷ്യനെ, അദ്ദേഹത്തെ ഒരു കൊടും കുറ്റവാളി, തീവ്രവാദി എന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ടു പോകുമ്പോൾ നമ്മളിൽ പലരും മാറി നിന്നു. നമ്മളിൽ പലരും പറഞ്ഞു അത് തീവ്രവാദം പറഞ്ഞുകൊണ്ടാണ്, അത് ഭീകരവാദം പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇന്ന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞവരൊക്കെ തന്നെ ഇന്ന് അതിനേക്കാൾ ശബ്ദമുയർത്തുന്നു, അതിനേക്കാൾ ശബ്ദം വയ്ക്കുന്നു. അതെ, മഅദനി ഒരു പ്രതീകമായി നിർത്തിയിട്ട് അങ്ങനെ ശബ്ദിച്ചാൽ മഅദനിയുടെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ വർഗീയ ഭൂരിപക്ഷ ഭരണപക്ഷ കേന്ദ്രങ്ങൾ ശ്രമിക്കുമ്പോൾ അതങ്ങനെ തൊണ്ടതൊടാതെ വിഴുങ്ങാൻ ഈ ഉമ്മത്ത് വിധിക്കപ്പെട്ടു എന്നുള്ളതാ. ഈ ഉമ്മത്തിന്റെ ആണത്തം നഷ്ടപ്പെട്ടു, ഈ ഉമ്മത്തിന്റെ സർവ്വവിധ ബലവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. നാം തിരിച്ചറിയേണ്ടുന്നത് അബ്ദുൽ നാസർ മഅദനി എന്ന പണ്ഡിതനെ സത്യത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിലാണ് ജയിലിലടച്ചത് എങ്കിൽ, മർദ്ദിതർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് കൊണ്ടാണ് ജയിലിലടച്ചത് എങ്കിൽ, ഈ ഒരു ഭരണകൂട ഭീകരവാദികളോട് നമുക്ക് പറയാനുള്ളത് സത്യത്തിന് വേണ്ടി ശബ്ദിച്ച ഒരു മഅദനിയെ ജയിലിലടച്ചത് കൊണ്ട് സത്യത്തിന്റെ ശബ്ദം ഇവിടെ നിലയ്ക്കാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക, മർദ്ദിത പീഡിത ജനവിഭാഗത്തോടൊപ്പം ചേർന്ന് ശബ്ദമുറപ്പിക്കാൻ നൂറുകണക്കിന് മഅദനിമാർ, ആയിരക്കണക്കിന് ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ ഈ രാജ്യത്തിനും നട്ടലിനുറപ്പോടുകൂടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു കളയരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നിട്ടെന്താ, ജയിലിലടച്ച് കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കേവലം ഒരാഴ്ച മാത്രം സമയമുള്ളപ്പോൾ നമ്മൾ കണ്ടു അതീവ സുരക്ഷയുള്ള ഭോപ്പാലിന്റെ ജയിലിൽ നിന്നും ISIയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ജയിലാണ് ഭോപ്പാലിന്റെ ജയിൽ. ഈ ജയില് ചാടി എന്ന് പറയുന്ന 8 തടവുകാരെയും ഓരോ തടവുകളിലാണ് പാർപ്പിക്കപ്പെട്ടിരുന്നത്. ഒരാൾക്ക് ആ ജയിലിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ 11 കവാടങ്ങൾ കടന്നിട്ടല്ലാതെ വരാൻ പറ്റില്ല. അത്രയും സുരക്ഷയുള്ള ആ ഒരു ജയിലിൽ നിന്നും 8 തടവിൽ പാർപ്പിക്കപ്പെട്ട ചെറുപ്പക്കാർ, ഈ 8 പൂട്ടുകളും പൊളിക്കണം, പോരാ പിന്നെയും ഉണ്ട് 10 എണ്ണം വേറെ. ഇതൊക്കെ അവര് പൊളിച്ചു. എന്താ? ബോംബ് കൊണ്ടല്ല, വെടിമരുന്ന് കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല, ചോറ് തിന്നാൻ കൊടുക്കുന്ന കരണ്ടി കൊണ്ട് പൊളിച്ചു എന്നത്രേ. നാണമില്ലേ ഇതിങ്ങനെ പറയാൻ?
നാണമില്ല. നമുക്ക് ചോദിക്കാനുള്ളത്, ISI മുദ്രയുണ്ട് എന്ന് പറയുന്ന ഒരു ജയിലിനുള്ളിൽ കയ്യിൽ ഒരു കരണ്ടി, ഒരു സ്പൂൺ കിട്ടിയാൽ ഒരു വാർഡനെ കൊന്ന് 11 8 19 പൂട്ടുകുളിച്ച് പുറത്തു വരാനുള്ള സുരക്ഷയെ ഈ രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയം ഇവിടെ നൽകിയിട്ടുള്ളത് എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ആ സ്ഥാനമൊന്ന് രാജിവെച്ചിട്ട് അതിനെ കൃത്യമായി കൈയാളാൻ അർഹതയുള്ള ആളുകളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് ഞങ്ങളെ ഏൽപ്പിക്ക്, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇന്ത്യയിലെ അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് 19 പൂട്ട് പൊളിച്ചു ഒരു സ്പൂൺ കൊണ്ട്. ഓ, എന്താ തമ്പുരാനെ, ഒരു ചിന്തയുണ്ടോ ഇതൊക്കെ ഇങ്ങനെ പറയാൻ? വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു സ്പൂൺ കൊണ്ട് തുറന്നു, അവരെല്ലാം വെളിയിൽ ചാടി. മലയാളം മനോരമയിൽ ചിത്രസഹിതമുള്ള മതിലിന്റെ മുകളിലേക്ക് ഷീറ്റ് കൂട്ടിക്കെട്ടി കേറി ഇങ്ങനെ ഇടുക അല്ലേ? ഇത് ആദ്യം അതിന്റെ മുകളിൽ കയറി ആരാ ഷീറ്റ് കെട്ടെ? ജിബിരിയിൽ ഒന്ന് കെട്ടിക്കൊടുത്തു. ഇതൊക്കെ മറുപടി പറയണ്ടേ? ആദ്യം അപ്പൊ അതിന്റെ മുകളിൽ കയറി ഇത് കെട്ടിയതാരാ? അതിന്റെ മുകളിൽ എത്രയോ അടിയുള്ള മതിലാ, ചുവരാണ്. അത് കെട്ടി എന്നിട്ട് ഓരോരുത്തർ കേറി. എന്നിട്ട് ഒരു ദിവസം കൊണ്ട് 8 കിലോമീറ്റർ ആ പോയത്. സ്പൂണ് കൊണ്ട് കൂട്ടുപിടിച്ച വിദ്വാന്മാര്, മണ്ടന്മാരോമാര്. ഇതെന്താ പറയാ? ആ പാവപ്പെട്ട ചെറുപ്പക്കാരെ കൊണ്ടുപോയി നിരത്തി നിർത്തിയിട്ട് അല്ലാഹു അവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. അല്ലാഹു തആല അവരുടെ കുടുംബാംഗങ്ങൾക്ക് സമാധാനം കൊടുക്കട്ടെ. അല്ലാഹു തആല ഈ ലോകത്ത് മർദിത ജനവിഭാഗത്തിന് സമാധാനം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. എന്താ സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ അവസ്ഥ? ഒന്നും ചെയ്യാത്ത, കുറ്റം തെളിയിക്കപ്പെടാതെ ഏകദേശം ഈ ഒരാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ടവരാണ്. ഉമ്മമാരെ പോയി കാണേണ്ടവരാണ്. ഭാര്യമാരെയും മക്കളെയും അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരെ പോയി കാണേണ്ടുന്നവരാണ്. ആ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് വസ്ത്രം കൊടുത്ത് ഷൂസ് അണിയിച്ച് പുറത്തേക്ക് വിടാമെന്ന് പറഞ്ഞു മോഹിച്ച് നൂറുകണക്കിന് സ്വപ്നങ്ങളുമായി പുറത്തിറങ്ങിയവരെ ഗൺ പോയിന്റിന്റെ മുന്നിൽ നിർത്തി വെടിവെച്ച് കൊന്ന കശ്മലന്മാരുടെ മുന്നിൽ ഇനിയും ഈ നാട് ഇങ്ങനെ നിന്നാ പറ്റുമോ? എന്നാണ് ഈ നാട്ടിനൊരു മാറ്റം ഉണ്ടാകുന്നത്? എപ്പോഴാണ് നമുക്ക് സമാധാനം? അതുകൊണ്ട് നമുക്ക് മാറ്റം വരണം, നാം ഉണരണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് കൂടിയാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഈ രാജ്യത്ത് സർവ്വ സ്വാതന്ത്ര്യം വേണം. നാം ചരിത്രങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള, വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം പരിശോധിക്കും. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UAPA പോലെ തന്നെ റൗലത്ത് ആക്ട് എന്ന കരിനിയമം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യാം, എന്തും പറഞ്ഞുകൊണ്ട് ജയിലിലടയ്ക്കാം. റൗലത്ത് ആക്ട് എന്ന കരിനിയമം വന്നപ്പോൾ അതിനെതിരെ ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിമുകളും സിഖുകാരും ഒന്നടങ്കം തോളോട് തോൾ ചേർന്നുകൊണ്ടല്ലേ പോരാടിയത്. ഈ സൗഹാർദ്ദം ഇനിയും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. മുസ്ലിം സമൂഹമേ ഉണരണം, ഹൈന്ദവ സമൂഹമേ ഉണരണം, ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ ഉണരണം. 919 റൗലത്ത് ആക്ട് എന്ന കരിനിയമത്തിനെതിരെ സമാധാനപരമായി ജാലിയൻവാല എന്ന പൂന്തോട്ടത്തിൽ ഒന്നുചേർന്ന് സമരം നടത്തിയ ഹിന്ദുവും മുസ്ലിമും സിഖുകാരും അടക്കമുള്ള ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ വെടിയുതിർത്തതായ ചരിത്രം. അന്നവിടെ മരിച്ചു വീണത് മനുഷ്യരായിരുന്നു, നമ്മുടെ മുൻഗാമികൾ. മുസ്ലിം നേതാക്കന്മാരുണ്ടതിൽ, ഹിന്ദു നേതാക്കന്മാരുണ്ടതിൽ, സിഖുകാരായ നേതാക്കന്മാരുണ്ട് അതിൽ. ആ സൗഹാർദ്ദം നമുക്കിനിയും നശിപ്പിക്കരുത്. കരിനിയമങ്ങൾക്കെതിരെ നാം ഒന്നു ചേരണം. അതിനെതിരെ കർമ്മപദത്തിലേക്ക് കടന്നു വരാൻ നാം തയ്യാറാകണം. അന്ന് ആ ഹിന്ദുവും മുസ്ലിമും സിഖുകാരും അടക്കമുള്ള ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അതിനെതിരെ ഇനിയും ഈ രാജ്യം വെറുതെ ഇരുന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പണ്ഡിതന്മാർ ഒന്നു ചേർന്നു. ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനമുണ്ടാക്കി. അൽഹംദുലില്ലാഹ് ഇന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരപരാധികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നാം അറിയേണ്ടത് ഇപ്രകാരമുള്ള ചിന്തകൾ നമ്മിൽ ഉണ്ടാകട്ടെ, ഇപ്രകാരം ഒരു വികാരം നമ്മിൽ ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമേ, ഒരു ഹിന്ദു നിന്റെ ശത്രുവല്ല. ഹൈന്ദവ സഹോദര, ഒരു മുസൽമാൻ നിന്റെ ശത്രുവല്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചരിത്രത്തിന്റെ ഇന്നലകളിൽ പടപൊരുതിയ ധീരദേശാഭിമാനികളുണ്ട്. നിങ്ങൾക്കറിയുമോ, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ എന്ന മുസൽമാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ ആംഡ് ഫോഴ്സിൽ അദ്ദേഹം അംഗത്വമെടുത്ത് ജപ്പാനിലേക്ക് പോയിട്ട് ആയുധ വിദ്യാഭ്യാസം നേടിയെടുത്ത് ഇന്ത്യയുടെ മണ്ണിലേക്ക്
മണ്ണിലേക്ക് ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ വരുമ്പോൾ അന്ന് വക്കം അബ്ദുൽ ഖാദർ എന്ന മുസൽമാനോടൊപ്പം തോളോട് തോളത്ത് കൈയിട്ടുകൊണ്ട് കടന്നു വന്നത് അനന്തൻ നായർ എന്ന ഹൈന്ദവനായിരുന്നു എങ്കിൽ ആ ഹിന്ദു മുസ്ലിം ഐക്യം ഇന്ന് തകർന്നു പോയില്ലേ? അതിന്നില്ലാതെയായി പോയില്ലേ? ബ്രിട്ടീഷുകാർക്ക് സർവ്വവിധ സമ്പത്തുമായി ചീറിപ്പായുന്ന ട്രെയിനിനുള്ളിലേക്ക് ചാടിക്കേറിക്കൊണ്ട് പോരാട്ടം നടത്തിയതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരൻ തൂക്കിക്കൊന്ന 2 യുവാക്കളും ഇന്ത്യ രാജ്യത്ത് ഒരു യഥാർത്ഥ മുസ്ലിമായിരുന്ന ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻ എന്ന മുസൽമാനും ഒരു യഥാർത്ഥ ഹിന്ദുവായിരുന്ന പണ്ഡിറ്റ് രാംപ്രസാദ് എന്ന ഹൈന്ദവനും കൂട്ടുകാരായിരുന്നു. അവർ ഒന്നു ചേർന്നായിരുന്നു പ്രവർത്തിച്ചത്. അവരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് 2 ജയിലിലേക്ക് അവരെ കൊണ്ടുപോയി. പണ്ഡിറ്റ് രാംപ്രസാദിനെ ഗോരഖ്പൂരിൽ കൊണ്ടുപോയി, ഷഹീദ് അഷ്ഫഖുല്ലാ ഖാനെ ഫൈസാബാദിൽ കൊണ്ടുപോയി. ഒരേ ദിവസം 2 പേരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അവസാനത്തെ ദിവസം തൂക്കുകയറിന്റെ മുന്നിലേക്ക് വന്നു നിന്ന അഷ്ഫഖുല്ലാ ഖാൻ 2 റക്അത്ത് നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് മുഖത്തോടടുപ്പിച്ച് വെച്ചിട്ട് കൊലക്കയറിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻ ആ കൊലക്കയറിൽ മുത്തം കൊടുത്തിട്ട് വിളിച്ചു, പടച്ചവനെ, നിന്റെ പൊരുത്തത്തെ കരുതിയാണ് എന്റെ കൂട്ടുകാരനായ പണ്ഡിറ്റ് രാംപ്രസാദ് എന്ന ഹിന്ദുവിനെയും കൂട്ടുചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചതെങ്കിൽ എനിക്ക് നീ എന്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞു കൊലക്കയറിൽ തൂങ്ങിയാടിയ ബഹുമാനനായ ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻ എന്ന മുസൽമാൻ അതേ സമയത്ത് ഗോരഖ്പൂരിന്റെ ജയിലില് കൊലക്കയറിന്റെ മുന്നിലേക്ക് വന്നുവെന്ന പണ്ഡിറ്റ് രാംപ്രസാദ് എന്ന ഹൈന്ദവ പോരാളിയുണ്ടല്ലോ, ബ്രിട്ടീഷുകാര് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, വെള്ളപ്പട്ടികളെ, ഇതുകൊണ്ട് തീരുന്നില്ലടാ, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലടാ. ഈ രാജ്യത്ത് ഭരണകൂട ഭീകരവാദികളെ നടപ്പിൽ വരുത്തുന്നതായ അക്രമങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരു മുസൽമാനായ അഷ്ഫഖുല്ലായെ നശിപ്പിക്കുന്നെങ്കിൽ, ഒരു ഹിന്ദുവായ രാംപ്രസാദിനെ നശിപ്പിക്കുന്നെങ്കിൽ ഇതുകൊണ്ട് അവസാനിക്കില്ല. ഇനിയും ഈ രാജ്യത്ത് നടപ്പിൽ വരുന്നതായ ഭരണകൂട ഭീകരവാദങ്ങളെ ചോദ്യം ചെയ്യാൻ ആയിരക്കണക്കിന് അഷ്ഫഖുല്ലാ ഖാൻമാരുടെ ജന്മമെടുക്കും, ആയിരക്കണക്കിന് രാംപ്രസാദുമാരുടെ ജന്മമെടുക്കും എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങളെ, സമുദായങ്ങളെ, നാം തമ്മിലടിക്കത് വർഗീയതയുടെ കാലാൽപ്പടകളുടെ കെണിക്കുടികളിൽ നാം വീണു പോകരുത്. അതുകൊണ്ട് ഈ രാജ്യത്ത് സമാധാനമുണ്ടാകാൻ, ഈ രാജ്യത്ത് സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി ഏക സിവിൽ കോഡ് എന്ന കാര്യം നിയമം ഈ രാജ്യത്ത് നിന്ന് വലിച്ചെറിയുന്നതിന് വേണ്ടി നിരപരാധികളെ വേട്ടയാടിക്കൊണ്ട് കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ കരുതി വരാൻ തോളോട് തോള് ചേർന്ന് ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് പോരാട്ടത്തിന്റെ മുൻപന്തിയിലേക്ക് കടന്നു വരാൻ സർവേശ്വരനായ